بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا ومولانا محمد وعلى آل وأصحاب وأزواج وذريات وأحباب حبيبك ورسولك سيدنا ومولانا محمد صلى الله وسلم وبارك عليهم وعلى سائر الأنبياء والمرسلين وعباد الله الصالحين أجمعين. أما بعد. ആദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, അൽ-അൻസ്വാർ സ്ഥാപനത്തിൻ്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, നേതൃത്വം നൽകുന്നവർ, സഹായികൾ, സഹകാരികൾ എല്ലാവർക്കും ആഖിറത്തിൽ അനുകൂല സാക്ഷിയാകുന്ന, ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന സ്ഥാപനമായി ഈ സ്ഥാപനത്തെ അല്ലാഹു നമുക്കൊക്കെ കബൂലാക്കി തരുമാറാവട്ടെ. സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും ആദരണീയ പണ്ഡിതനുമായിരുന്ന പാണ്ടിക്കാട് വാപ്പു മുസ്ലിയാർ ഉസ്താദ് അവറുകളുടെ ബർസഖ് ജീവിതത്തിലെ സന്തോഷവും ദറജാത്തുകളും അല്ലാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. നമ്മുടെ മുഴുവൻ ഉസ്താദുമാരുടെയും മശായിഖന്മാരുടെയും അഹ്ലുസുന്നയുടെ നേതാക്കൾ, ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, പ്രവർത്തകർ, മരിച്ചു വരുന്ന എല്ലാവരുടെയും ബർസഖ് ജീവിതം അല്ലാഹു സന്തോഷത്തിലും റഹ്മത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന അഭിവന്ദ്യരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ അടക്കമുള്ള ഗുരുവര്യർക്ക്, ആലിമീങ്ങൾക്ക് നേതൃത്വത്തിന് അല്ലാഹു ഇസ്സത്ത്, തൗഫീഖ് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഖാളി നിയമനവും വസ്തുതകളും വളരെ ഗഹനമായ, വളരെ പ്രാധാന്യമുള്ള, വളരെ വിശദമായി പറയൽ ആവശ്യമുള്ള ഒരു വിഷയം. നാം മനസ്സിലാക്കേണ്ട, ഖാദിമാരും ചിലർ ശ്രദ്ധിക്കേണ്ടതായ ചില ഭാഗങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിക സംവിധാനത്തിൽ ഖാദി എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ജുഡീഷ്യറിയുടെ പവറാണ് ഇസ്ലാമിക സംവിധാനത്തിൽ, ഇസ്ലാമിക ഭരണവ്യവസ്ഥയിൽ ഖാദിക്കുള്ളത് എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. അതുകൊണ്ട് മതേതര രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമൊക്കെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സ്വീകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഒരു ഇസ്ലാമിക ഭരണ സംവിധാനത്തിലുള്ള ഖാദി വകുപ്പുകളോ ഖാദിയുടെ സംവിധാനങ്ങളോ നമ്മുടെ രാജ്യത്ത് സാധ്യമല്ല. ഇസ്ലാമിക ഭരണ സംവിധാനമല്ല എന്നതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിമിന്റെ വിശ്വാസത്തിനോ ഈമാനിലെയോ കോട്ടം, കുറവ് ഇല്ലതാനും. മതേതര സംവിധാനത്തിൽ തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിച്ചും ജീവിതത്തിൽ ഉൾക്കൊണ്ടും ജീവിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിന്
ആത്മീയമായി വലിയ ഉന്നതങ്ങളിലെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുസ്ലിമായി ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണ സംവിധാനം നിർബന്ധമാണ് എന്ന നിയമം ഇസ്ലാമിലില്ല. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ ഇപ്പോൾ സംസാരം കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഇസ്ലാമിക ഭരണ സംവിധാനത്തിലെ ഖാദിയുടെ പൂർണ്ണ വകുപ്പുകൾ നമ്മുടെ രാജ്യത്ത് ഇല്ല. എന്നാലും ഖാദി സംവിധാനവും ഖാദി ആക്ടുമൊക്കെ പരിമിതമായ അർത്ഥത്തിൽ നമ്മുടെ നിക്കാഹ്, നോമ്പ്, പെരുന്നാള്, വഖഫ് തുടങ്ങിയ വിഷയങ്ങളിൽ ഖാദിമാർ മുഖേന കാര്യങ്ങൾ ചെയ്യുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തും നിലവിലുണ്ട്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിമിതമായ നമ്മുടെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ മർമ്മമായി ഞാൻ ചിലത് പറയാം. ഇസ്ലാമിലെ അടിസ്ഥാന സംവിധാനം അനുസരിച്ച് ഖാദി, ഖളാ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ വലിയ ഒരു സ്ഥാനവും വലിയ നിലവാരവുമാണ്. നമ്മുടെ കർമ്മശാസ്ത്ര ഇമാമുകൾ ഖളാഇന് ശരീഅത്തിന്റെ വീക്ഷണപ്രകാരം അർത്ഥങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇൽസാമു മൻ ലഹുൽ ഇൽസാമു ബിഹുക്മി ശർഇ, ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തുഹ്ഫയിൽ തന്നെ പറഞ്ഞത് കാണാം. കേവലം ശരീഅത്തിന്റെ വിധി വെളിപ്പെടുത്തുക, പറയുക എന്നതല്ല ഖളാ. ശരീഅത്തിന്റെ വിധികൾ വെളിപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നതാണ് സത്യത്തിൽ ഖളാ എന്നതിന്റെ വിവക്ഷ. ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത്. നമ്മുടെ രാജ്യത്ത് പരിമിതമായ അർത്ഥത്തിൽ വ്യക്തി ജീവിതത്തിൽ നോമ്പ്, പെരുന്നാള് തുടങ്ങിയ ആരാധനകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാഹം, നിക്കാഹ്, ത്വലാഖ് പോലെയുള്ള വിഷയങ്ങളിൽ ഇസ്ലാമിക രീതി അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് പ്രവർത്തിക്കാൻ നമ്മുടെ രാജ്യം അവസരം നൽകുന്നുണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതാത് മതങ്ങൾ പ്രചരിപ്പിക്കാനും പറയാനും ഒരു മതവും വേണ്ടെന്ന് വെക്കുന്നവർക്ക് അങ്ങനെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ജീവിക്കാനും ഒക്കെയുള്ള അവസരം, അനുവാദം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിമിതമായ അർത്ഥത്തിൽ നോമ്പ്, പെരുന്നാൾ, നിക്കാഹ്, ത്വലാഖ്, വഖഫ് തുടങ്ങിയ വിഷയങ്ങളിൽ മതപരമായ വിഷയങ്ങൾ തീർപ്പ് കൽപ്പിക്കാനും അത് പറയാനും അത് നടപ്പിൽ വരുത്താനും ഒക്കെയുള്ള ഒരു സംവിധാനം ഇവിടുത്തെ പരിമിതമായ അർത്ഥത്തിലും ഖാദിമാർക്കുണ്ട്. ഏതായാലും ഇസ്ലാമിക ശരീഅത്തിൽ ഖാദി എന്ന് പറയുന്നതും മുഫ്തി എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഖളാഉം ഇഫ്താവും തമ്മിൽ ഫർഖുണ്ട്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കിതാബുൽ ഖളാഇന്റെ ബാബുൽ ഖളാഇന്റെ തുടക്കത്തിൽ തന്നെ തുഹ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഖളാ എന്നതിന്റെ അർത്ഥം ഇൽസാമു മൻ ലഹുൽ ഇൽസാമു ബിഹുക്മി ശർഇ ഫഖറജൽ ഇഫ്താ. തുടർന്ന് വീണ്ടും അവർ വിശദീകരിച്ചു തുഹ്ഫ 10:102 വല്ലദീ യസ്തഫീദു ബിൽ വിലായത്തി ഇൽഹാറു ഹുക്മി ശർഇ വ ഇംളാഉഹു ഫീമാ റുഫിഅ ഇലൈഹി ബിഖിലാഫിൽ മുഫ്തി ഫഇന്നഹു മുൽഹിറുൻ ലാ മുംദിൻ. അടിസ്ഥാനപരമായി ഇസ്ലാമിക ശരീഅത്തിൽ ഖളാ എന്ന് പറയുന്നത്, ഖാദി എന്ന് പറയുന്നത് മുൽഹിറും മുംദിയും കൂടിയാണ്. ഇൽഹാറുൽ ഹുക്മും ഇംളാഉൽ ഹുക്മും ഖളാഇന്റെ ഭാഗമാണ്. മുഫ്തിയെ സംബന്ധിച്ചിടത്തോളം മുഫ്തി മുൽഹിർ, ചോദിക്കപ്പെടുന്ന വിഷയത്തിൽ, ആവശ്യമായ വിഷയത്തിൽ ശരീഅത്തിന്റെ വിധി ഇന്നതാണ് എന്ന് അറിയിക്കുക, ഇതാണ് മുഫ്തിയുടെ സ്വഭാവം. മുഫ്തി മുൽഹിർ മാത്രമാണ്. ഖാദി മുൽഹിറും മുംലിയും കൂടിയാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തുഹ്ഫ 10:102. ഇവിടെയൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. മുഫ്തിയും ഖാദിയും തമ്മിൽ വേറെയും വ്യത്യാസങ്ങളുണ്ട്. മുഫ്തിക്ക്
ഒരു മുവല്ലിയോ തൗലിയത്തോ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ മുഫ്തിയെ മുഫ്തിയായി ഒരാൾ നിയമിക്കുക ഒരു നിയമനം വേണമെന്നില്ല. ശരീഅത്തിന്റെ ഹുക്മ് ശരിയായ വിധത്തിൽ ഗുരുമുഖത്തു നിന്ന് പഠിച്ചെടുത്ത് ഫത്വ നൽകാൻ യോഗ്യനായ ഒരു ആലിമിന് ശരീഅത്തിന്റെ വിധികൾ വെളിപ്പെടുത്താനും ചോദിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഫത്വ നൽകാനും ഒരു നിയമനത്തിന്റെ ആവശ്യം ഇല്ല. കഴിഞ്ഞ കാലങ്ങളിലും ചില രാജാക്കന്മാർ, ചില ഭരണാധികാരികൾ, ചില സംവിധാനങ്ങൾ അവർക്കായി ഒരു മുഫ്തിയെ നിയോഗിക്കുകയും നിയമിക്കുകയും പരസ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതേസമയം ഒരു മുഫ്തിക്ക് ഫത്വ നൽകണമെങ്കിൽ നിയമിക്കുന്ന ഒരു വ്യക്തിയോ ഒരു നിയമനമോ ആവശ്യമില്ല. യോഗ്യതയാണ് ഫത്വയുടെ മർമ്മം. ഫത്വ നൽകാൻ യോഗ്യനാണെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് ശരീഅത്ത് കൃത്യമായി പഠിച്ചെടുത്ത യോഗ്യനായ ഒരു വ്യക്തിയാണെങ്കിൽ ആരുടെയും നിയമനമില്ലെങ്കിലും അദ്ദേഹത്തിന് ഫത്വ നൽകാവുന്നതാണ്. ഖാദി അങ്ങനെയല്ല. ഖാദിയാവാനുള്ള സർവ്വ യോഗ്യതകളും നിബന്ധനകളും പൂർണ്ണമാണെങ്കിൽ പോലും യോഗ്യതയുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഖാദിയാവുകയില്ല. ഖാദിക്ക് തൗലിയത്തും മുവല്ലിയും വേണം. ഖാദിയെ നിയമിക്കുന്നവര് കേന്ദ്രമുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തികളുണ്ട്, അവരുടെ നിയമനമുണ്ടായാലേ ഖാദിയാവുകയുള്ളൂ. ഖാദിയും മുഫ്തിയും തമ്മിൽ നാം മറ്റൊരു വ്യത്യാസവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാദിക്ക് തന്റെ ഖാദിയായി നിയമിക്കപ്പെട്ട ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശം കൊണ്ട് ഉപാധി നിശ്ചയിക്കപ്പെട്ടതാണ് ഖാദിയുടെ ഖവാ എന്ന് പറയുന്ന സംവിധാനം. ആവശ്യാനുസരണം പിന്നീട് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം മുഫ്തിക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്ഥല പരിമിതി ഇല്ല. മുഫ്തിക്ക് എവിടെയും ശരീഅത്തിന്റെ വിധി വെളിപ്പെടുത്താം. ചോദിക്കപ്പെടുമ്പോൾ എവിടെ വെച്ചും ഫത്വ നൽകാം. മുഫ്തി ഫത്വ നൽകുന്നത് ഇന്ന പ്രദേശത്തിന്റെ പരിധിക്കുള്ളിൽ വെച്ചാവണം, പരിധിക്ക് പുറത്തായാൽ അത് ശരിയാകൂല എന്ന നിയമം ഇസ്ലാമിൽ ഇല്ല. ഖാദിക്ക് നേരത്തെ പറഞ്ഞു നിയമിക്കുന്നവര് അധികാരി അല്ലെങ്കിൽ നിയമിക്കേണ്ടവർ ഉണ്ട്, അവർ നിയമിക്കണം. അത് ഖാദിയായി നിയമിക്കപ്പെട്ട, ഖാദിയായി നിശ്ചയിക്കപ്പെട്ട ആ ഭൂപ്രകൃതിയുടെ ആ പരിധിക്കുള്ളിലും ആ നിശ്ചിത ഏരിയയിലും മാത്രമേ അദ്ദേഹത്തിന് ഖവാ എന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അഥവാ ആ നിശ്ചിത പരിധിക്ക് പുറത്ത് ഫിഖ്ഹിന്റെ ഭാഷയിൽ മഹല്ലു വിലായ എന്ന് പറയുന്ന പരിധിക്ക് പുറത്തു വെച്ചുകൊണ്ട് ഖാദി ഖളാ നടത്തിയാൽ അത് ശരീഅത്തിൽ ഖളാ അല്ല, അത് കേവലം ഒരു വർത്താനം എന്ന പരിഗണനയെ അതിലുണ്ടാവുകയുള്ളൂ. ഇരിക്കട്ടെ, ഖാദിയും മുഫ്തിയും തമ്മിൽ മനസ്സിലാക്കേണ്ട ശ്രദ്ധേയമായ ചില വ്യത്യാസങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇനി ആരാണ് ഖാദിയെ നിശ്ചയിക്കേണ്ടത്, നിയമിക്കേണ്ടത്? പറഞ്ഞല്ലോ, ഖാദിയുടെ യോഗ്യതകൾ പൂർണ്ണമായ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ പോലും അല്ല, അങ്ങനെ യോഗ്യതയുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, മറ്റൊരാളിലും യോഗ്യതയില്ല. എന്നാൽ പോലും യോഗ്യതയുടെ പേരിൽ മാത്രം ഒരാൾ ഖാദിയാവുകയില്ല. നിയമിക്കേണ്ടവർ ഖാദിയായി നിയമിച്ചാലേ അദ്ദേഹം ഖാദിയാവുകയുള്ളൂ. ആരാണ് ഖാദിയെ നിയമിക്കേണ്ടത്? അടിസ്ഥാനപരമായി പറയുമ്പോൾ ഇസ്ലാമിക സംവിധാനത്തിൽ, ഇസ്ലാമിക ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്താണെങ്കിൽ, ആ ഒരു ക്രമത്തിലാണെങ്കിൽ ഖാദിയെ നിയമിക്കേണ്ടത് അൽ ഇമാമുൽ ആളം എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണാധികാരിയാണ്. അടിസ്ഥാനപരമായി നമ്മുടെ ശരീഅത്ത് അനുസരിച്ച്, ഫിഖ്ഹ് അനുസരിച്ച് ഖാദിയെ നിയമിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ഖാദിയെ നിയമിക്കേണ്ടത് അൽ ഇമാമുൽ ആളം എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണ സംവിധാനത്തിലെ ഭരണാധികാരിയാണ്. എന്നാൽ അങ്ങനെ അൽ ഇമാമുൽ ആളം എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണ സംവിധാനം ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഇല്ലാത്തയിടത്ത് അതാത് നാടുകളിലെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയുന്ന കൈകാര്യകർത്താക്കളാണ് ഖാദിയെ നിയമിക്കേണ്ടതും ഖാദിയെ നിശ്ചയിക്കേണ്ടതും.
ഇമാമുൽ ആളമിന് മാത്രമാണ് ഖാദിയെ നിയമിക്കാൻ അസാലത്തൻ അടിസ്ഥാനപരമായ അനുവാദവും അധികാരവും ഉള്ളത്. ഇമാമുൽ ആളം എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണ സംവിധാനം ഇല്ലാത്ത കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇമാമുൽ ആളം സംവിധാനം ഇല്ലാത്ത രാജ്യങ്ങളിൽ അതാത് നാടുകളിലെ കൈകാര്യകർത്താക്കൾക്ക് ഖാദിയെ നിയമിക്കാനുള്ള നിയമനാധികാരം അല്ലെങ്കിൽ നിയമനാനുവാദം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ലറൂറത്ത് എന്ന് പറയുന്ന സാഹചര്യങ്ങളുടെ അനിവാര്യതയുടെ പേരിൽ വന്നതാണ്. ഇമാമുൽ ആളം ഇല്ലാത്ത നാടുകളിൽ, ഇമാമുൽ ആളം ഇല്ലാത്ത കാലങ്ങളിൽ അതാത് നാട്ടിലെ കൈകാര്യകർത്താക്കൾക്ക് ഖാദിയെ നിയമിക്കാം. ലില്ലറൂറ, അടിസ്ഥാനപരമായി ഇമാമുൽ ആളമിന് മാത്രമാണ് ഖാദി നിയമനാധികാരമുള്ളത്. ഇമാമുൽ ആളം ഇല്ലാത്തയിടത്തും ഇല്ലാത്ത സമയത്തും അഹ്ലുൽ ഹൽ വൽ അഖ്ദിന് അനുവാദം വന്ന ലില്ലറൂറ, അതൊരു സാഹചര്യത്തിന്റെ അനിവാര്യതയുടെ പേരിലാണ് എന്ന് കർമ്മശാസ്ത്ര ബാബുകൾ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പരത്തി പറയുന്നില്ല. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ വിവിധ സ്ഥലങ്ങളിൽ അത് പരാമർശിച്ചു. അമ്മാ തഖ്ലീദുഹു ഫഫർളു ഐനിൻ ഫൗറൻ ഫീ ഖളാ ഫഫർളു ഐനിൻ അലൽ ഇമാമി ഫൗറൻ ഫീ ഖളാഇൽ ഇഖ്ലീമി വഅലാ ഖാദിൽ ഇഖ്ലീമി ഫീമാ അജദ അൻഹു കമാ യഅതി വലാ യജൂസു ഇഖ്ലാഉ മസാഫത്തിൽ അദ്വ അൻ ഖാദിൻ ഔ ഖലീഫത്തിൽ ലഹു തുഹ്ഫ 10. വീണ്ടും 10-ാം വാള്യം 105-ാം പേജിൽ ഇത്രയും കൂടി വിശദമായി പറഞ്ഞു. അൽ മുവല്ലി ലിൽ ഖാദി, ഖാദിയെ നിയമിക്കേണ്ടത് അൽ ഇമാമു ഔ നായിബുഹു, ഇമാമുൽ ആളം എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണ സംവിധാനത്തിലെ ഭരണാധികാരിയാണ്. നഅം അന്നാഹിയത്തുൽ ഖാരിജത്തു അൻ ഹുക്മിഹി യുവല്ലിഹി ബിഹാ മൻ യർജിഉ അംറുഹും ഇലൈഹി ഇത്തഹദ ഔ തഅദ്ദദ. അതാണ് ഇസ്ലാമിക ഇമാമുൽ ആളം ഇല്ലാത്ത ഏരിയകളിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഫൈൻ ഫുഖിദ, ഇനി ഇമാമുൽ ആളം എന്ന് പറയുന്ന സംവിധാനം ഇല്ലെങ്കിൽ, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ഇമാമുൽ ആളം എന്ന് പറഞ്ഞ ഭരണ സംവിധാനം ഇല്ല എങ്കിൽ ഫഅഹ്ലുൽ ഹല്ലി വൽ അഖ്ദി മിൻഹും, നാടുകളിലെ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി എന്ന് പറയുന്ന കൈകാര്യകർത്താക്കളാണ് ഖാദിയെ നിയമിക്കേണ്ടത്. തുഹ്ഫ വിശദീകരിച്ചു. തുഹ്ഫ 7-ാം വാള്യം 261-ലും അത് സംബന്ധമായ വിശദീകരണമുണ്ട്. ഇമാമുൽ ആളം സുൽത്താൻ ഭരണ സംവിധാനം ഇല്ലെങ്കിൽ ലസിമ അഹ്ല ശൗക്കത്തി അല്ലദീന ഹും അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി സമ്മ അൻ യൻസിബു ഖാദിയൻ ഫതൻഫുദു ഹീനഇദിൻ അഹ്കാമുഹു ലില്ലറൂറത്തിൽ മുൽജിഅത്തി ഇലാ ലിദാലിക. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നാടുകളിലെ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി എന്ന് പറയുന്ന കൈകാര്യകർത്താക്കൾക്ക് ഖാദി നിയമനാധികാരവും അനുവാദവും ലഭിക്കുന്നത് തന്നെ ലറൂറത്തിന്റെ പേരിലാണ്, സാഹചര്യത്തിന്റെ അനിവാര്യതയുടെ പേരിൽ മാത്രം അനുവദിക്കപ്പെട്ട സംഗതിയാണ്. ഫത്ഹുൽ മുഈനിലും സംബന്ധമായ നീണ്ട വിശദീകരണം കാണാം. ലാ ബുദ്ദ മിൻ തൗലിയത്തിൻ മിനൽ ഇമാമി ഔ മഅ്ദൂനിഹി, ഖാദിയാവണമെങ്കിൽ യോഗ്യത മാത്രം പോരാ, നിയമനം വേണം. ഇമാമുൽ ആളം നിയമിക്കണം. ഫൈൻ ഫുഖിദൽ ഇമാമു, ഇമാമുൽ ആളം ഇല്ല എങ്കിൽ തൗലിയത്തി അഹ്ലിൽ ഹല്ലി വൽ അഖ്ദി നിയമിക്കണം. ബലദി, നാട്ടിലുള്ള അവരെല്ലാവരും ചേർന്ന് നിയമിക്കണം. ഔ ബഅദിഹിം മഅദിൽ ബാഖീൻ, ബാക്കിയുള്ളവരുടെ സമ്മതപ്രകാരം അവരിൽ ചിലരെങ്കിലും തൗലിയത്ത് ചെയ്യണം, നിയമനം നടത്തണം, ഖാദിയായി ബൈഅത്ത് ചെയ്യുക എന്ന് സാധാരണ ഭാഷയിൽ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാടുകളിൽ മുസ്ലിങ്ങൾക്ക് ഖാദിയെ നിയമിക്കേണ്ടത്, ഖാദിയെ നിശ്ചയിക്കേണ്ടത്, ഖാദിയെ തൗലിയത്ത് അല്ലെങ്കിൽ ബൈഅത്ത് എന്നൊക്കെ പറയുന്ന നിയമനം നടത്തേണ്ടത് അതാത് നാടുകളിലെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ആകുന്നു. അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിന് നിയമനാനുവാദം വന്നത് ഒരു ലറൂറത്തിന്റെ നിയമവകുപ്പിലൂടെയാണ്, ഒരു എമർജൻസി വകുപ്പാണ്, സാഹചര്യത്തിന്റെ അനിവാര്യത എന്ന നിലക്ക് മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആരാണ് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ്? ഖാദിയെ നിയമിക്കേണ്ടത് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ആണെന്ന് പറയുമ്പോൾ അത് ആരാണ്? മുതല്ലിങ്ങൾക്ക് മനസ്സിലാകും, അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന ആ പ്രയോഗം തന്നെ അത് അറിയിക്കുന്നുണ്ട്.
കെട്ടാനും കെട്ടയക്കാനും എന്ന് പറയുമ്പോൾ ഒരു നാട്ടിൽ ഒരു ദീനിയായ വിഷയത്തിൽ തീരുമാനമെടുക്കാനും ഒരുപക്ഷെ ഒരു നടത്തിയ തീരുമാനം അത് ക്യാൻസൽ ചെയ്യാനും ഒക്കെയുള്ള ആജ്ഞാശേഷിയുള്ള സ്വാധീനമുള്ള അനുസരിക്കപ്പെടുന്ന സ്വഭാവത്തിലുള്ള ആളുകളാണ് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹഫ 9-ാം വാള്യം 76-ാം പേജിൽ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിനെ വിശദീകരിച്ചിട്ടുണ്ട്. അഹ്ലുൽ ഹല്ല് വൽ അഖ്ദി മിനൽ ഉലമാഇ വറുഅസാഇ വഉജൂഹിൻ നാസ്. നാട്ടിലെ ഉലമാക്കൾ, ഉമറാക്കൾ, നേതാക്കൾ, പൗരപ്രമുഖർ, ഇവരാണ് ഒരു നാട്ടിലെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില മുതഅല്ലിഖുകൾ ചോദിക്കാറുണ്ട്, അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റികളല്ലേ എന്ന്. കമ്മിറ്റികൾ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ആണെന്നോ അല്ലെന്നോ നിരുപാധികം പറഞ്ഞുകൂടാ. തഫ്സീൽ ആവശ്യമായി വരും, വിശദീകരിക്കേണ്ടി വരും. ചില സ്ഥലത്ത് ഒരു പക്ഷേ നാട്ടിൽ നിർദ്ദേശം നൽകാനും നാട്ടിൽ അനുസരിക്കപ്പെടുകയും സ്വാധീനശേഷിയുമുള്ള ആളുകൾ ചിലപ്പോൾ കമ്മിറ്റിയിൽ ഭാരവാഹികളോ അംഗത്വമോ ഇല്ലാതെ അവർ പുറത്തു നിൽക്കുകയും കാര്യങ്ങൾ ചെയ്യാൻ തൽപരരായ ചെറുപ്പക്കാരായ കുറച്ചാളുകളെ കമ്മിറ്റിയിൽ എടുക്കുകയും ചെയ്യും. അവര് ആ നാട്ടിലെ ഉലമാവും ഉമറാവും എന്ന് പറയുന്ന കാരണവന്മാരുടെ അംഗീകാരവും പിന്തുണയും ഉള്ളതുകൊണ്ട് അവർ കാര്യങ്ങൾ നടത്തിപ്പോകുന്നു എന്ന് മാത്രം. അതേസമയം ആ നാട്ടിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞാലും ആ നാട്ടിലെ മുസ്ലിങ്ങളൊക്കെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയും അവർക്ക് വിധേയത്വമുള്ള ആളുകൾ ചിലപ്പോൾ കമ്മിറ്റിയിൽ ഉണ്ടാവണമെന്നില്ല, കമ്മിറ്റിയുടെ പുറത്താവാം. ചിലപ്പോൾ ഈ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിൽപ്പെട്ട ചിലർ കമ്മിറ്റിയുടെ ഉള്ളിലും ചിലപ്പോൾ കമ്മിറ്റിയുടെ പുറത്തുമുണ്ടാവാം. അല്ല, ചിലപ്പോൾ ഒരു നാട്ടിലെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നത് തന്നെയായിരിക്കാം അവിടുത്തെ കമ്മിറ്റി. അപ്പൊ അതിനനുസരിച്ചൊക്കെ കമ്മിറ്റിയാണോ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആണ് എന്നും ചിലപ്പോൾ അല്ല എന്നും പറയേണ്ടി വരും. ഏതായാലും മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടില് ആ പ്രദേശത്തെ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ അനുസരിക്കുന്ന, ആ ആജ്ഞാ സ്വഭാവമുള്ള, അനുസരിക്കപ്പെടുന്ന സ്വാധീന ശക്തിയുള്ള ഉലമാ ഉമറ ആണ് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ്. അത് ചിലപ്പോൾ ഒരു വ്യക്തിയാവാം. മുൻകാലങ്ങളിലൊക്കെ ചിലപ്പോ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു മഹല്ലിൽ വേണമെന്നില്ല, ഒരു പരിസരത്ത് ഒരു കുറേ ഗ്രാമങ്ങളിൽ ചിലപ്പോൾ ഒരൊറ്റ വ്യക്തിയുടെ നിയന്ത്രണത്തിലും ആ വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഒന്നടങ്കം സ്വീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു 10 മഹല്ലിലെയും അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് അവിടെ സ്വാധീനമുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ അവരനുസരിക്കാതിരിക്കുക. കാലക്രമേണ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലോ 2 വ്യക്തിയിലോ ഒതുങ്ങുന്ന ഒരു സ്വഭാവം മാറിപ്പോയിട്ടുണ്ട്. ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ഒരു പക്ഷെ ഒരു നാട്ടിലെ ഒരു ഗ്രാമത്തിന് ആ ഏരിയയിൽ ഒരു മൂലയിൽ 2 പേര്, ഇപ്പുറത്തെ ഏരിയയിൽ ഒരു 3 പേര്, അപ്പുറത്തെ ഏരിയയിൽ ഒരു 4 ആള്, ഇങ്ങനെ ഇവരൊരു 10-12 ആളുകൾ എല്ലാവരും കൂടി പറഞ്ഞാൽ നാട്ടുകാരൊക്കെ അനുസരിക്കും. കാരണം അദ്ദേഹത്തെ അനുസരിക്കുന്ന കുറച്ചാളുകളുണ്ട്, മറ്റേ വ്യക്തി അനുസരിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇവർ 10 ആളും കൂടി തീരുമാനിച്ചിട്ടൊരു കാര്യം പറഞ്ഞാൽ നാട്ടുകാരൊക്കെ അനുസരിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ആ 10 പേരാണ് ആ നാട്ടിലെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയാം. കൂടുതൽ അവിടെ വിശദീകരിക്കലല്ല എൻ്റെ ഉദ്ദേശം. അപ്പൊ നമ്മുടെ രാജ്യത്തെ നിയമവകുപ്പ് അനുസരിച്ച് തന്നെ നമ്മുടെ നാടുകളിൽ മുസ്ലിങ്ങൾക്ക് ഒരു മതനേതൃത്വം എന്ന നിലക്ക് ഖാദിയെ നിയമിക്കാൻ ഇവിടുത്തെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിന് കഴിയും. ചിലപ്പോൾ ഭരണാധികാരികളും ഖാദിയെ നിശ്ചയിച്ചു നൽകാറുണ്ട്. ഫഇൻ വല്ലാ സുൽത്താനുൻ വലൗ കാഫിറൻ ഫതുഹൽ മുഈനിൽ തന്നെ മഖ്തൂം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം അല്ലാത്ത ഭരണാധികാരികളും രാജഭരണ സംവിധാനത്തിലോ ഇനി ജനാധിപത്യ സംവിധാനത്തിലോ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലാത്തതാണെങ്കിലും ഭരണാധികാരികൾ ചിലപ്പോൾ ഖാദിയെ നിയമിച്ചു കൊടുക്കുന്ന സംവിധാനമുണ്ട്. അങ്ങനെ ഖാദിയെ നിയമിച്ചാലും വലൗ വല്ലാ സുൽത്താനുൻ വലൗ കാഫിറൻ, മുസ്ലിം അല്ലാത്ത ഭരണാധികാരിയാണെങ്കിലും മുസ്ലിങ്ങൾക്ക് ഒരു ഖാദിയെ നിയമിച്ചു തന്നാൽ നഫദ ഖളാഉഹു, അദ്ദേഹത്തെ ഖാദിയായി അദ്ദേഹം അംഗീകൃതനാകും. അദ്ദേഹം ഖാദിയായി അദ്ദേഹത്തിന്റെ നിയമനം സാധുവാണ്, സ്വീകാര്യമാണ് എന്ന് ഫതുഹുൽ മുഈനിൽ അടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്.
അമുസ്ലിം ഭരണാധികാരികളുള്ളയിടത്ത് അമുസ്ലിം രാജഭരണത്തിന്റെ ഭാഗമോ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടോ ഭരണം കൈകാര്യം ചെയ്തവർ മുസ്ലിങ്ങളല്ലെങ്കിലും അവർ മുസ്ലിങ്ങൾക്കൊരു കാളിയെ നിയമിച്ചു കൊടുക്കുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അവരുടെ നിയമനം സാധുവാണ്. ഇനി അത്തരം ഭരണ സംവിധാനത്തിൽ ആ ഭരണാധികാരികൾ കാളിയെ നിയമിച്ചു കൊടുക്കാറില്ല. പക്ഷെ ആ ഭരണ സംവിധാനത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വത്തിന് വേണ്ടി കാളിയെ നിയമിക്കുന്നതിന് ഭരണകൂടം എതിരല്ല എങ്കിൽ അതാത് നാട്ടിലെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ഭരണ സംവിധാനം ഇസ്ലാമിക ഭരണ സംവിധാനമല്ല ജനാധിപത്യ ഭരണ സംവിധാനമാണെങ്കിലും ഭരണാധികാരികൾ മുസ്ലിങ്ങളോ അല്ലാത്തവരോ ആണെങ്കിലും ആ നാട്ടിൽ ജീവിക്കുന്നവർക്ക് മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഖാദിയെ നിയമിക്കുന്നതിന് അവിടുത്തെ ഭരണവ്യവസ്ഥ തടസ്സമല്ല എങ്കിൽ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ഖാദിയെ നിയമിച്ചാൽ ആ ഖാദിയായി പരിഗണിക്കപ്പെടുന്നതും നിയമാനുസൃതം അദ്ദേഹത്തിന്റെ ഖാദി സ്ഥാനത്തിന് സ്വീകാര്യത ഉണ്ടാകുന്നതുമാണെന്ന് ഫത്വഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്. അൽ അജീബത്തുൽ അജീബയിൽ മഖ്ദൂം തങ്ങൾ അക്കാര്യം കുറച്ച് വളരെ വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ പരന്ന വിശദീകരണത്തിലേക്ക് കടക്കൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഖാദിയെ നിശ്ചയിക്കുന്നത് നിയമനമാണ് ഇപ്പോൾ പറഞ്ഞത്. ഖാദി എന്ന ഖളാഇനെ സ്വീകരിക്കുക, ഒരാളെ ഖാദിയായി നിശ്ചയിക്കുമ്പോൾ അദ്ദേഹം ഖാദിയാവാൻ തയ്യാറാവുക, അദ്ദേഹം ആ ഖാദിയായി നിയമനം സ്വീകരിക്കുക. ഇത് സംബന്ധമായി നമ്മുടെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ വളരെ വിപുലമായ വിശദമായ വിശദീകരണമുണ്ട്. ഖളാഇന്റെ ഖാദിയാവാനുള്ള യോഗ്യത ഉള്ള ഒന്നിലേറെ പേരുണ്ടെങ്കിൽ അവർ ഖളാഇ എന്ന സ്ഥാനം ഏറ്റെടുക്കൽ, ഖാദി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാവൽ ഫർള് കിഫായയാണ്. നമ്മുടെ വിശദീകരണം കിതാബുകളിൽ കാണാം. തുഹ്ഫയുടെ തന്നെ വിശദീകരണം ഞാൻ ഉദ്ധരണികൾ കൂടുതൽ വായിക്കുന്നില്ല ഇപ്പോൾ. അതേസമയം ഖാദിയാവാൻ യോഗ്യനായ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, രണ്ടാമൻ ഇല്ല. എന്നാൽ പോലും യോഗ്യത ഒരാളിൽ പരിമിതമായി എന്നതുകൊണ്ട് മാത്രം ഖാദിയാവൂല. ഖാദിയാവണമെങ്കിൽ ഒരു നിയമനം നടക്കണം. ഫഇൻ തഅയ്യന വാഹിദു, ഖാദിയാവാനുള്ള യോഗ്യതയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ബിഅല്ലം യസ്ലഹു ലഹു വൈറുഹു, അതിന് രണ്ടാമൻ യോഗ്യനായിട്ട് വേറെ ഇല്ല. ലദിമഹു ഖബൂലുഹു വതലബുഹു, അദ്ദേഹം ഖാദിയാവാൻ തയ്യാറാവലും ഖാദി സ്ഥാനം ഏറ്റെടുക്കലും അദ്ദേഹത്തിന് ഫർള് ഐന് തന്നെയാണ്, നിർബന്ധമാണ്. അവിടെ ഇനി കാണാം ഒന്നിലേറെ പേർ യോഗ്യതയുള്ളവർ ഉണ്ട്. രണ്ടാൾ സങ്കല്പിക്കുക, രണ്ടാൾ ഖളാഇ എന്ന സ്ഥാനത്തിന് നമ്മുടെ ശരീഅത്ത് അനുസരിച്ച് യോഗ്യതയുള്ളവർ രണ്ടുപേരുണ്ട്. അപ്പോൾ ഒരാളുടെ പേരിൽ സ്വീകരിക്കൽ ഫർള് ഐനായി വരുന്നില്ല, ഫർള് കിഫയാണ്. അവിടെ രണ്ടിൽ ഒരാൾ ആ യോഗ്യതയുടെ വിഷയത്തിലും കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ആളും രണ്ടാമൻ യോഗ്യനാണെങ്കിലും ആ ഒന്നാമനോളം അത്ര മികവുള്ള ആളല്ല. എന്നാൽ തന്നേക്കാൾ കൂടുതൽ ആ വിഷയത്തിന് അനുയോജ്യനായ മറ്റൊരു യോഗ്യനുണ്ടാകുമ്പോൾ തനിക്ക് യോഗ്യതയുള്ളത് കൊണ്ട് സ്വീകരിക്കൽ അനുവദനീയമാണെങ്കിലും തന്നേക്കാൾ യോഗ്യരായ ആളുകളുണ്ടെങ്കിൽ താൻ ഖളാഇ എന്ന സ്ഥാനം സ്വീകരിക്കുന്നത് അത്ര ഗുണകരമല്ല, നല്ലതല്ല. യുക്റഹു ഖബൂലുഹു വതലബുഹു, തന്നേക്കാൾ ആ വിഷയത്തിന് യോഗ്യരായ പണ്ഡിതന്മാർ വേറെയുണ്ടെങ്കിൽ തനിക്കും യോഗ്യതയുണ്ട്, ശരി തന്നെയാണ്, തനിക്കും യോഗ്യതയുണ്ട്. എന്നാൽ തന്നേക്കാൾ അതിനനുയോജ്യരായ ആളുകൾ വേറെയുണ്ടെങ്കിൽ യോഗ്യതയുള്ളത് കൊണ്ട് താൻ ഖളാഇ ഏറ്റെടുക്കൽ അനുവദനീയമാണ്, നിഷിദ്ധമല്ല. വഖീല യഹ്റുമു, തന്നേക്കാൾ അനുയോജ്യരായ ആളുകളുണ്ടെങ്കിൽ താൻ സ്വീകരിക്കൽ ഹറാമ് തന്നെയാണ് എന്ന് മദ്ഹബിൽ അഭിപ്രായമുണ്ടെങ്കിലും അത് പ്രബലമല്ല. പക്ഷേ വഅലൽ അവ്വലി യുക്റഹു ഖബൂലുഹു വതലബുഹു, തന്നേക്കാൾ യോഗ്യനായ മറ്റൊരാൾ ഉണ്ടായിരിക്കെ താൻ ഖാദിയാവാൻ തയ്യാറാവലും ഖളാ സ്ഥാനം ഏറ്റെടുക്കുന്നതും ഫിഖ്ഹിന്റെ ഭാഷയിൽ അത് കറാഹത്താണ്, ഗുണകരമല്ല. പക്ഷെ അവിടെയും ചില വിശദീകരണങ്ങളുണ്ട്. വമഹല്ലുൽ ഖിലാഫി ഹൈസു ലം യതമയ്യസിൽ മഫ്ദൂലു ബികൗനിഹി അത്വഅ ഫിന്നാസി ഔ അഖറബ ഇലൽ ഖുലൂബി ഔ അഖ്വാ ഫിൽ ഖിയാം ബിൽ ഹഖ് വഇല്ലാ ജാദ ലഹുൽ ഖബൂലു ബിലാ കറാഹത്തിൻ ഖത്അൻ. യോഗ്യതയുടെ വിഷയത്തിൽ തന്നേക്കാളും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന മികവുള്ള ആളാണെങ്കിൽ പോലും ആ ഉയർന്ന യോഗ്യതയുള്ളവനിൽ ഇല്ലാത്ത മറ്റു ചില ഗുണങ്ങൾ
അതന്നെ ഖളാവുമായി ബന്ധപ്പെട്ട് ഫലം ചെയ്യുന്ന ഗുണങ്ങൾ ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം യോഗ്യനാണ്. പക്ഷെ അദ്ദേഹത്തെക്കാൾ ഉയർന്ന യോഗ്യതയും മികവുള്ള മറ്റുള്ളവരുണ്ട്. പക്ഷെ ഈ ഒന്നാമനിൽ യോഗ്യതയുള്ളതോടൊപ്പം മികവ് കുറവാണെങ്കിലും ഖളാഇന് സഹായകമാകുന്ന മറ്റെന്തെങ്കിലും ഗുണവശങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം സ്വീകരിക്കൽ കറാഹത്താണ് എന്ന നിയമപ്രശ്നമില്ല എന്നും ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും തന്നെക്കാൾ യോഗ്യതയുള്ളവരോ തന്നെപ്പോലെ യോഗ്യതയുള്ളവരോ മറ്റുള്ളവരുണ്ടാകുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തൻ്റെ ഇൽമ് ആളുകൾക്ക് ഉപകാരപ്പെടാൻ മറ്റൊരു സാഹചര്യമില്ലാത്തൊരാലിമിന് തൻ്റെ ഇൽമ് ആളുകൾക്ക് ഉപകാരപ്പെടാൻ ഇത് വഴിയൊരുക്കുമെങ്കിൽ അത്തരം ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം ഖളാ സ്വീകരിക്കൽ സുന്നത്ത് വരെ ഉണ്ടെങ്കിലും അത്തരം സാഹചര്യങ്ങളൊന്നുമില്ലെങ്കിൽ വഇല്ലം യൂജദ് അഹദു ഹാദിഹിൽ അസ്ബാബിസ് സലാസ യുക്റഹു ലഹു തലബു വൽ ഖബൂലു. അത്തരം പ്രത്യേക സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ യോഗ്യർ മറ്റുള്ളവരുണ്ടെങ്കിൽ പിന്നെ ഖളാ സ്ഥാനം ഏറ്റെടുക്കുന്നത് പൊതുവെ അത്ര നല്ല സംഗതിയല്ല, അത് ഗുണകരമല്ല, കറാഹത്താണ് എന്നിങ്ങനെയുള്ള വിശദമായ വിവരം ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫ 10-ാം വാള്യം 104-ാം പേജിലുണ്ട്. വിവരമില്ലാത്ത ആളുകൾ, ആലിം അല്ലാത്ത ആളുകൾ ഖാദി സ്ഥാനം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ശാഫിഈ ഫിഖഹിന്റെ പൊതുവേ നിലപാടുള്ളത് അത് ഹറാമാണ് എന്ന് തന്നെയാണ്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ വിശദീകരിക്കുന്നത് കാണാം. വയഹ്റുമു ത്വലബു അലാ ജാഹിലിൽ മുത്ലഖ്. ഖാദി സ്ഥാനം ആവശ്യപ്പെട്ട് സ്വീകരിക്കുക അത് ജാഹിലായ ആലിം അല്ലാത്ത ആവശ്യമായ ഇൽമില്ലാത്ത ഒരാൾ ഖാദി സ്ഥാനം ആവശ്യപ്പെട്ട് സ്വീകരിക്കുന്നത് ഏതായാലും ഹറാമാണെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് 10-105 വിശദീകരിക്കുന്നുണ്ട്. ആലിമും ചിലപ്പോൾ ഖാദി സ്ഥാനം ഖളാ സ്ഥാനം ആവശ്യപ്പെട്ട് സ്വീകരിക്കൽ ഹറാമാണ്. ഖസദ ഇന്തിഖാമൻ, ആരോടെങ്കിലും ഒക്കെയുള്ള പ്രതികാരം ചെയ്യാൻ ഒരു അവസരം കിട്ടണം, വാശി തീർക്കാൻ ഒരു അവസരം കിട്ടണം എന്ന നിലക്കോ അല്ലെങ്കിൽ തെറ്റായ രൂപത്തിലുള്ള റിശ്വത്ത് പണം സമ്പാദനത്തിനുള്ള മാർഗമാവണം എന്ന നിലക്കോ ഔ മുബാഹത്തൻ വസ്തിഅലാഅൻ, മറ്റുള്ള ഉലമാഇനോട് പൊങ്ങച്ചം കാണിക്കാനും തകബ്ബുറിന്റെ ഭാഗമായിട്ടൊക്കെയാണെങ്കിൽ ആലിമീങ്ങളും ഖളാ സ്ഥാനം ആവശ്യപ്പെട്ട് സ്വീകരിക്കുന്നത് ഹറാമാണ് എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തുഹ്ഫ 10 പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നൊക്കെ ലളിതമായെന്ന് പറഞ്ഞു പോവുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വിശദീകരിക്കുന്നില്ല. ഖളാ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇമാം ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുഗ്നിയിൽ മറ്റ് കിതാബുകളിലുമുള്ള സംഗതിയാണ്, മുഗ്നിയുടെ ഉദ്ധരണിയാണ് ഞാൻ വായിക്കുന്നത്. വന്നാസു ഫിൽ ഖളാഇ സലാസത്തു അദ്റുബി. ഖാദി എന്നതിനോട് ചേർത്തി പറയുമ്പോൾ ജനങ്ങൾ 3 വിഭാഗം ഉണ്ട്. മൻ ലാ യജൂദു ലഹു ദുഖൂലു ഫീഹി, ഖാദിയാവൽ അനുവദനീയമല്ലാത്തവർ. ഖാദി എന്ന ഖളാ എന്ന് പറയുന്ന ആ സ്ഥാനം ഏറ്റെടുക്കൽ അനുവദനീയമല്ല, നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. വഹുവ മൻ ലാ യുഹ്സിനുഹു, അത് ഖളാഇന് യോഗ്യതയില്ലാത്തവർ ആണ്. ഖളാഇന് ആവശ്യമായ ഖാദിയാവാൻ ആവശ്യമായ യോഗ്യതയില്ലാത്തവർ അത് ഏറ്റെടുക്കുന്നത് ഹറാമാണ്, പറ്റില്ല. വമൻ യജൂദു ലഹു വലാ യജിബു അലൈഹി, ഖളാ എന്ന ഖാദി സ്ഥാനം സ്വീകരിക്കൽ അനുവദനീയാണ്, നിർബന്ധമില്ല. ഇതാണ് രണ്ടാം ഗ്രൂപ്പ്. വഹുവ മൻ യസ്ലഹു ലിൽ ഖളാഇ വയൂജദു ഗൈറുഹു മിസ്ലുഹു, ഖാദിയാവാനുള്ള യോഗ്യത ഉണ്ട്, എന്നാൽ യോഗ്യതയുള്ള മറ്റുള്ളവരുമുണ്ട് എങ്കിൽ പിന്നെ ഞാൻ തന്നെ സ്വീകരിക്കൽ നിർബന്ധമല്ല, സ്വീകരിക്കൽ അനുവദനീയാണ്. യോഗ്യതയുണ്ടല്ലോ, അതുകൊണ്ട് സ്വീകരിക്കൽ അനുവാദമുണ്ട്. എന്നാൽ യോഗ്യതയുള്ള മറ്റുള്ളവരും ഉണ്ടല്ലോ, അതുകൊണ്ട് താൻ തന്നെ സ്വീകരിക്കൽ നിർബന്ധമല്ല. ഇതാണ് രണ്ടാം ഗ്രൂപ്പ്. വമൻ യജിബു അലൈഹി, അതേസമയം ഖാദി ഖളാ എന്ന് പറയുന്ന സ്ഥാനം സ്വീകരിക്കൽ നിർബന്ധമുള്ള വകുപ്പുണ്ട്. വഹുവ മൻ യസ്ലഹു ലഹു വലാ യൂജദു ഗൈറുഹു, ഖാദിയാവാനുള്ള നിബന്ധനകളും യോഗ്യതകളും തന്നിലുണ്ട്, അങ്ങനെ യോഗ്യതയുള്ള മറ്റൊരാൾ ഇല്ല എങ്കിൽ അദ്ദേഹം ഖാദി സ്ഥാനം ഏറ്റെടുക്കൽ നിർബന്ധമാണ്. അടിസ്ഥാനപരമായുള്ള ചില മർമ്മങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതേസമയം യോഗ്യത എന്താണ്? പൂർണ്ണ യോഗ്യതയുള്ളവരിന്ന് ലഭ്യമാണോ? പൂർണ്ണമായ യോഗ്യത ഉള്ളവർ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഖാദി നിയമനത്തിന്റെ സ്വഭാവം എന്താണ്? ഖാദിയെ നിയമിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? നിയമിക്കപ്പെട്ട ഖാദിമാർ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളയിടത്താണ് നമ്മുടെ ചർച്ചയുടെ അല്ലെങ്കിൽ വിഷയാവതരണത്തിന്റെ മർമ്മം ഞാൻ കാണുന്നത്. ഖാദിയാവാനുള്ള നിബന്ധനകൾ ലളിതമായി ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകാം.
നമ്മുടെ ഫിഖിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അടിസ്ഥാനപരമായ ഖാദി മുസ്ലിം ആവണം. ഇസ്ലാമിക ഖാദി എന്ന് പറയുന്ന ഒരു മതപരമായ നേതൃത്വമാണ്. മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും മതപരമായ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് മുസ്ലിം ആവണമെന്ന നിബന്ധനയുണ്ട്. അതേസമയം പണ്ഡിതന്മാരുടെ ഇത് സംബന്ധമായി തുടർ വായനകളൊക്കെ ഉദ്ദേശിക്കുന്നവരുടെ അറിവിലേക്ക് അല്ലെങ്കിൽ ശ്രദ്ധയിലേക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. ളറൂറത്തിന്റെ ഖാദി പല ഇനങ്ങൾ ഉണ്ട്. അതിന്റെ ഭാഗമായി ഖാദി തന്നെ ചിലപ്പോൾ ളറൂറത്തിന്റെ ഖാദി യകൂനു കാഫിറൻ, അതുപോലെ തന്നെ യകൂനു ഗൈറ മുസ്ലിമിൻ, അതുപോലെ മുവല്ലിയും നിയമിക്കുന്ന വ്യക്തിയും ചിലപ്പോൾ മുസ്ലിം അല്ലാത്തവർ ഖാദിയെ നിയമിക്കുമ്പോൾ അത് സ്വീകാര്യതയുള്ള വകുപ്പ് ഞാൻ നേരത്തെ ഉണർത്തി. അതുപോലെ ളറൂറത്തിന്റെ ഖാദി ചില സാഹചര്യങ്ങളിൽ യജൂദു എന്നല്ല, ളറൂറത്തിന്റെ പേരിൽ വരുമ്പോൾ യംഫുദു ഖളാഉൽ ഖാദിൽ വൈരിൽ മുസ്ലിമി ളറൂറത്തി എന്ന് തുഹ്ഫ അടക്കമുള്ള കിതാബുകളിൽ നിന്ന് ബോധ്യപ്പെരും. വിശദീകരണത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഖാദിയുടെ നിബന്ധന ഇസ്ലാമികമായി മുസ്ലിം ആവുക. കാരണം അതൊരു മതപരമായ നേതൃത്വമാണ്. മുക്കല്ലഫാവണം, പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളാവണം, സ്വതന്ത്രനാവണം, ആണാവണം. പെണ്ണ് ഖാദിയാവാൻ പറ്റില്ല എന്നാണ് ഇസ്ലാമിക നിയമവും. അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട്, ഇപ്പം വിശദീകരിക്കുന്നില്ല. അതിലാവണം, കേൾവിയുള്ള ആളാവണം, കാഴ്ചയുള്ള ആളാവണം, സംസാരശേഷിയുള്ള ആളാവണം. അതിലാവണം എന്ന നിബന്ധന വിശദീകരിച്ചപ്പോൾ നമ്മൾ കിതാബിൽ പറഞ്ഞു ഫലാ യുവല്ല ഫാസിഖുൻ, ഫാസിഖായ ഒരു വ്യക്തിയെ, വൻദോഷങ്ങളിൽ ഒന്ന് ചെയ്തു പോയവൻ അല്ലെങ്കിൽ നന്മകൾ കൂടുതലില്ലാത്ത വിധം ചെറുദോഷങ്ങളുമായി ബന്ധപ്പെടുന്നവൻ, അത്തരം ആളുകളാണ് ഫിഖ്ഹിന്റെ സാങ്കേതിക ഭാഷയിൽ നമ്മുടെ ശരീഅത്തിൽ ഫാസിഖ് എന്ന് പറയുന്നത്. ഫലായുവല്ല ഫാസിഖുൻ, ഫാസിഖിനെ ഖാദിയായി നിയമിക്കപ്പെടാൻ പറ്റില്ല. ലിഅദ്മി ഖബൂലി ഖൗലിഹി, അദ്ദേഹത്തിന്റെ വാക്കിന് പരിഗണനയില്ല. വമിസ്ലുഹു നാഫിൽ ഇജ്മാഇ ഔ ഖബരിൽ വാഹിദി അവിൽ ഇജ്തിഹാദ്, ഇജ്മാഇന്റെ ദലീൽ ഇജ്മാഅ ദലീലാണെന്നതിനെ തള്ളിപ്പറയുന്നവൻ, ഖിയാസിനെ പൂർണ്ണമായി തള്ളിപ്പറയുന്നവൻ, ഇജ്തിഹാദ് സംവിധാനത്തെ തള്ളിപ്പറയുന്നവൻ, ഇത്തരം മുബ്തദി വകുപ്പിൽപ്പെട്ടവരെയും ഖാദിയാക്കാൻ പറ്റില്ല എന്ന് തുഹ്ഫ, മുഗ്നി, അസ്നൽ മത്താലിബ് തുടങ്ങിയ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ولا يولى مبتدع ترد شهادته ولا من ينكر الإجماع أو أخبار الآحاد أو الاجتهاد المتضمن إنكاره إنكار القياس أي يحرم ولا يصح أصل المطالب. അതിരിക്കട്ടെ, കേൾവി ശക്തിയുള്ള ആളാവണം ഖാദി, കാഴ്ചയുള്ള ആളാവണം. അങ്ങനെ പോകുന്ന ഖാദിയുടെ മറ്റ് പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ്. ഖാദിയുടെ നിബന്ധന മുസ്ലിം ആവണം തുടങ്ങി കാഫിൽ ലിൽ ഖിയാമി ബി മൻസിബിൽ ഖളാ, ഖളാ എന്ന് പറയുന്ന ആ സ്ഥാനം, ഖാദി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം, അത് കൈകാര്യം ചെയ്യാൻ മതിയായവനാവണം, അതിന് പോന്നവനാവണം. പഴയ ഉസ്താദുമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ പോന്നവനാവണം. കൃത്യമായ ഒരു നിലപാടെടുക്കാൻ പറ്റുന്ന ആളാവണം. ഉറച്ച നിലപാട് ആവശ്യമുള്ളയിടത്ത് പറയാൻ പറ്റുന്ന ആളാവണം. ഒരാൾ വന്ന് ചുവടിൽ മന്ത്രിച്ചാൽ അതിനനുസരിച്ചും മറ്റൊരാൾ ഇപ്പുറത്തെ കാതിൽ വന്ന് മന്ത്രിക്കുമ്പോൾ അതിനനുസരിച്ചും ഇങ്ങനെ സ്വന്തം ഒരു നിലപാട് കൃത്യമായി പറയാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും സ്വഭാവമുള്ള ആളുകൾ ഖാദിയാവാൻ പറ്റില്ല. കാഫിൻ ലിൽ ഖിയാമി ബി മൻസിബിൽ ഖളാ, ഖളാ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഖാദി സ്ഥാനം കൈകാര്യം ചെയ്യാൻ മതിയായവനാവണം, അതിന് പറ്റുന്നവനാവണം. ഫലാ യുവല്ല മുഗഫലുൻ, അങ്ങനെ ഒരു ഒഫലത്തുള്ള ആള് മുക്കല്ലഫൊക്കെ തന്നെയാണ്, മജ്നൂനൊന്നുമല്ല, എന്നാലും ഒരു ഒഫലത്തിന്റെ ആളാണ്. അത്തരം ഒരു ഒഫലത്തിന്റെ ആളുകൾ ഖാദിയാവാൻ പറ്റില്ല. ജുബാന് വലിയ ഭീരുവാണ്. ഒരാൾ നാലാളുടെ മുന്നിൽ ഒരു കാര്യം തറപ്പിച്ച് പറയാൻ കഴിയില്ല. അവർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ പറയാ, അവർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ പറയാൻ കഴിയൂല. ഈ കോലത്തിലാണ്. അങ്ങനത്തെ ഒരാൾ ഖാദിയാവാൻ പറ്റില്ല. ലഈഫുൻ നഫ്സായ ആൾ ഖാദിയാൻ പറ്റൂല. ചിലരുണ്ട്, അവർ ആളുകൾ നല്ലവരായിരിക്കും, ചിലപ്പോൾ നല്ല സ്വലാഹുള്ളവരായിരിക്കും, ദുആക്ക് ഇജാബത്തുള്ളവരായിരിക്കും. പക്ഷേ ഒരു കൃത്യമായ നിലപാട് ആളുകളുടെ മുന്നിൽ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കൂല. അവർ നല്ലവരാണെങ്കിലും ഖാദി എന്ന സ്ഥാനം കൈകാര്യം ചെയ്യാൻ അവർ പറ്റില്ല.
ഖതീബ് ശുർബീൻ റഹ്മത്തുള്ളാഹി മുഅ്നിയിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫഇന്ന കസീറൻ മിനൻ നാസ്, ജനങ്ങളിൽ പലരും യകൂന ആലിമൻ ദയ്യിനൻ, പക്ഷേ വനഫ്സുഹു ദഈഫത്തുൻ അനി തംഫീദ് വൽ ഇൽസാമി. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാകുക? ആളുകൾ ആഗ്രഹിക്കുന്നതൊക്കെ അവരിൽ നിന്ന് വസൂൽ ചെയ്യും. ഒരാൾ തനിക്ക് അനുകൂലമായ ഒരു മറുപടി കിട്ടണമെന്ന മനസ്സോടുകൂടി വന്നാൽ അതിൽ കൈക്കലാക്കി പോകും. വേറൊരാൾ അദ്ദേഹം ഉദ്ദേശിച്ച ഇടത്തേക്ക് തന്നെ കാതിനെ കിട്ടണമെന്ന് വിചാരിച്ച കാതി അങ്ങോട്ടും ചെരിഞ്ഞു കൊടുക്കും. ഇങ്ങനെ കൃത്യമായ നിലപാടെടുക്കാനുള്ള ഒരു തൻ്റെ ഇടമില്ലെങ്കിൽ, കൃത്യമായ നിലപാട് പറയാനുള്ള ഒരു ഹിമ്മത്തില്ലെങ്കിൽ അത്തരം ആളുകൾ കാളിയാവാൻ പറ്റില്ല. അവർ കാളി സ്ഥാനം ഏറ്റെടുക്കുന്നതും ശരിയല്ല എന്നതാണ് കാഫിൻ ലിൽ ഖിയാമി ബി മൻസിബിൽ ഖളാഇ എന്ന നിബന്ധനയുടെ മർമ്മം. ഖാദി അടിസ്ഥാനപരമായി മുജ്തഹിദ് മുത്ലഖാവണം എന്ന നിബന്ധനയുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇന്നലത്തെ ദിവസം അവിടുത്തെ ആണ്ട് ദിവസമായിരുന്നു. അല്ലാഹു നമ്മുടെ അയിമ്മത്തുകൾക്കൊക്കെ വലിയ ഖൈറായ ജസാ നൽകി അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരെ നമുക്കറിയാലോ. അങ്ങനെ മുജ്തഹിദ് മുത്ലഖായ വ്യക്തിയാവണം ഖാദി. അങ്ങനെ വരുമ്പോൾ ഫലാ യസിഹു തൗലിയത്തു ജാഹിലിൻ വ മുഖല്ലിദി, വിവരമില്ലാത്ത ആളെയും ഇനി ഇന്നത്തെ സാഹചര്യം പറയും പോലെ ആലിമും ഒക്കെ ആണെങ്കിലും മുജ്തഹിദല്ലാത്ത ആളെ ഖാദിയാക്കാൻ പറ്റില്ല എന്നാണ് അടിസ്ഥാന നിയമം. ഖാദിയുടെ നിബന്ധനയിലേക്ക് ചെറിയ തോതിൽ ഇങ്ങനെ പറയുകയാണ് ചെയ്തത്. അതേസമയം ഇപ്പൊ ഖാദിയുടെ ഒരു നിബന്ധനയാണ് മുജ്തഹിദ് മുത്ലഖാവണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും കർമ്മശാസ്ത്രപരമായ വിധികൾ കണ്ടെത്താനും നിർദ്ധാരണം ചെയ്തെടുക്കാനൊക്കെ പൂർണ്ണ യോഗ്യതയുള്ള, ഉദാഹരണത്തിന് പറയുമ്പോൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആ യോഗ്യതയുള്ള ഒരാളാണ് ഖാദിയാവേണ്ടത്. മുജ്തഹിദ് മുത്ലഖല്ലാത്ത ആൾ ഖാദിയാവാൻ യോഗ്യനല്ല എന്നാണ് അടിസ്ഥാന നിയമം. നമുക്കറിയാം, നൂറ്റാണ്ടുകളായി മുജ്തഹിദ് മുത്ലഖ് എന്ന് പറയുന്ന യോഗ്യതയുള്ളവർ സമുദായത്തിൽ ഇല്ല. അതങ്ങനെ ഇല്ലാതെയാകുമെന്നും അത്തരം യോഗ്യതകൾ കുറഞ്ഞു വരുമെന്നും, എന്നാലും ഏത് കാലത്തും മുസ്ലിങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള സംവിധാനം ശരീഅത്തിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ഇനി ഒരു ചോദ്യമുണ്ട്, ഖാദിയാവണമെങ്കിൽ ഇപ്പൊ മുജ്തഹിദ് മുത്ലഖാവണമല്ലേ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളാവണല്ലേ? അങ്ങനത്തെ ഒരാളിപ്പോ ഇല്ലല്ലോ, ഇനി എന്ത് ചെയ്യും? അവിടെയാണ് നമ്മുടെ കിതാബുകൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പൂർണ്ണ യോഗ്യതയുള്ള ഒരാളെ ലഭ്യമല്ലെങ്കിൽ, ഉദാഹരണത്തിന് മുജ്തഹിദ് മുത്ലഖ് ലഭ്യമല്ല എങ്കിൽ ആ പൂർണ്ണ യോഗ്യതയില്ലാത്തവരെയും ഖാദിയായി നിയമിക്കാനും നിശ്ചയിക്കാനും ശരീഅത്തിൽ വകുപ്പുണ്ട്. ആ ഖാദിമാർക്ക് ഖാദിൽ ളറൂറ എന്ന് പറയും. സാഹചര്യത്തിന്റെ അനിവാര്യത മുഖേന അനുവദിക്കപ്പെട്ട ഖാദി. ഖാദിയുടെ നിബന്ധനകൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ഒരു നിലക്കും ഇന്ന് നമ്മുടെ മുന്നിൽ ലഭ്യമല്ലാത്ത നിബന്ധനയാണ് മുജ്തഹിദ് മുത്ലഖാവുക എന്നത്. നൂറ്റാണ്ടുകളായി മുജ്തഹിദ് മുത്ലഖ് യോഗ്യതയുള്ളവർ ഇല്ല എന്നത് വസ്തുതയാണ്. നമ്മളൊക്കെ പറയാറുള്ളതും നമുക്കറിയാവുന്നതുമാണ്. ഇത് പറയുമ്പോൾ എന്റെ സംസാരം കേൾക്കുന്ന ഏതെങ്കിലും സാധാരണക്കാർ അതുകൊണ്ട് ഇസ്ലാമിന് എന്തോ കോട്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതില്ല. മുജ്തഹിദ് മുത്ലഖുകൾ ഇല്ലാത്ത അത്തരം യോഗ്യതകൾ ക്രമേണ കുറഞ്ഞു വരികയും അതില്ലാത്തൊരു സാഹചര്യം വരികയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും അവിടുത്തെ വിശുദ്ധ പ്രസ്താവനകളും തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മുജ്തഹിദ് മുത്ലഖ് ഇല്ലാത്ത സാഹചര്യത്തിലും മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക അനുഷ്ഠാനങ്ങളും ഇസ്ലാമിക നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള സംവിധാനം നമ്മുടെ മുന്നിലുണ്ട്. അതാണ് നമ്മുടെ മദ്ഹബുകൾ എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ വിശദീകരണം ഇവിടെ ആവശ്യമുള്ളതല്ല. അപ്പൊ മുജ്തഹിദ് എന്ന നിബന്ധന ഏതായാലും ഇന്ന് ലഭ്യമാകൂല. ഇങ്ങനെ പൂർണ്ണ നിബന്ധന ഉള്ള ആള് ലഭ്യമല്ലെങ്കിൽ എന്ത് ചെയ്യണം? മുജ്തഹിദ് മുത്ലഖിന് കിട്ടാനില്ല, അതുകൊണ്ട് ഇനി ഖാദി വേണ്ട എന്നല്ല നിയമം നമ്മളോട് അനുശാസിക്കുന്നത്. മറിച്ച് പൂർണ്ണ യോഗ്യതയുള്ള വ്യക്തി ലഭ്യമല്ലെങ്കിൽ ലഭ്യതക്കനുസരിച്ച് ഖാദിമാരെ നിയമിക്കുകയും ആ നിയമനത്തിന് ഖാദി നിയമനത്തിന്റെ സാധ്യതയും അംഗീകാരവും ലഭിക്കുകയും ചെയ്യുന്നതാണ്.
ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫ 10-113 വിശദീകരിക്കുന്നത് കാണാം. ഫഇൻ തഅذر جمع هذه الشروط أو لم يتأذر فولى سلطان أو من له شوكة ويره بأن يكون بناحية انقطع وصوص السلطان عنها ولم يرجعوا إلا إليه فولى سلطان فاسقا أو مقلدا نفذ قضاؤه الموافق لمذهبه المعتد به للضرورة لئلا تتعطل مصالح الناس. 10-113 10-114 ഇബ്നു ഹജർ തുഹ്ഫയിൽ വീണ്ടും വിശദീകരിക്കുന്നു. മാദുക്കറ ഫിൽ മുഖല്ലിദി മഹല്ലുഹു ഇൻ കാന സമ്മ മുജ്തഹിദുൻ വഇല്ലാ നഫദത് തൗലിയത്തുൽ മുഖല്ലിദി വലൗ മിൻ വൈരിദി ഷൗക വകദാ ഫിൽ ഫാസിഖി ഫഇൻ കാന ഹുനാക അദലുൻ ഉഷ്തുരിതത് ഷൗക വഇല്ലാ ഫല എന്നിങ്ങനെ ദീർഘമായ വിശദീകരണം. പൂർണ്ണ യോഗ്യതകളും നിബന്ധനകളും ലഭ്യമായ ആളെ ലഭിക്കാതിരിക്കുമ്പോൾ കാളി സംവിധാനമില്ല, അല്ലെങ്കിൽ കാളി സംവിധാനം വേണ്ട എന്നല്ല നമ്മുടെ ശരീഅത്തിന്റെ നിയമം. മറിച്ച് യോഗ്യതകൾ പൂർണ്ണമായ വ്യക്തി ലഭ്യമല്ലെങ്കിൽ ലഭ്യമാകുന്നതിനനുസരിച്ച് കാളിയെ നിയമിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യണം. ആ കാളിക്ക് കാളി എന്നുള്ള സ്ഥാനങ്ങളും പരിഗണനകളും എല്ലാം ഉണ്ട്. അതിനാണ് കാളി ലറൂറ എന്ന് പറയുന്നത്. ലറൂറത്തിന്റെ കാളി മലയാളം വേണമെങ്കിൽ നമുക്ക് സാഹചര്യത്തിന്റെ അനിവാര്യതയുടെ പേരിൽ മാത്രം അനുവദിക്കപ്പെട്ട കാളി എന്ന് പറയാം. സാഹചര്യത്തിന്റെ അനിവാര്യതയുടെ പേരിൽ മാത്രം അനുവദിക്കപ്പെട്ട കാളി, അതാണ് കാളി ലറൂറ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിരുന്നു. കാളിയെ നിശ്ചയിക്കേണ്ടത് തന്നെ അടിസ്ഥാന നിയമപ്രകാരം ഇമാമുൽ ആളം എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണാധികാരിയാണ്. അതില്ലാത്ത കാലത്ത്, അതല്ലെങ്കിൽ അതില്ലാത്ത സ്ഥലങ്ങളിൽ അഹ്ലുല്ലല്ലു കാളിയെ നിയമിക്കാമെന്ന അനുവാദം തന്നെ ലറൂറത്തിന്റെ പേരിൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. സാഹചര്യത്തിന്റെ അനിവാര്യതയുടെ പേരിൽ മാത്രം അനുവദിക്കപ്പെട്ട വകുപ്പാണത്. മറ്റൊരു രീതിയാണ് ഇപ്പോൾ മറ്റൊരു വിഷയമാണ് പറഞ്ഞത്. പൂർണ്ണമായ യോഗ്യതയുള്ള ആളെ ലഭ്യമല്ലെങ്കിൽ ലഭ്യമാകുന്നതിനനുസരിച്ച് കാളിയെ നിയമിക്കുക എന്നതും ലറൂറത്തിന്റെ പേരിൽ, സാഹചര്യതയുടെ നിർബന്ധ അനിവാര്യമായ ആവശ്യത്തിന്റെ പേരിൽ മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ള വകുപ്പാണ്. ലറൂറത്തിന്റെ കാളിയെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. ലറൂറത്തിന്റെ കാളി എന്ന് പറഞ്ഞാൽ മൻ ഫുഖിദ ഫീഹി ബഅദു ശുറൂത്തി സാബിഖ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മൻ ഫുഖിദ ഫീഹി ബഅദു ശുറൂത്തി സാബിഖ, കാളിയാവാൻ ആവശ്യമുള്ള നിബന്ധനകളിൽ ചിലതെങ്കിലും ഇല്ലാത്ത കാളിയെ കുറിച്ചാണ് കാളി ലറൂറ എന്ന് പറയുന്നത്. കാളി ലറൂറത്തിന് പ്രധാനമായി 2 വകുപ്പുകൾ ഉണ്ട്. ഒന്ന്, യോഗ്യനായ ആൾ ലഭ്യമാണ്. സങ്കൽപ്പിക്കാം, മുജ്തഹിദ് മുത്തലക്ക് ഉൾപ്പെടെയുള്ള പൂർണ്ണ യോഗ്യതയുള്ള വ്യക്തി ലഭ്യമായ സാഹചര്യത്തിലും ഭരണാധികാരി അത്തരം യോഗ്യതയില്ലാത്ത ഒരാളെ കാളിയായി നിശ്ചയിച്ചാൽ ഭരണാധികാരിയുടെ നിയമനം ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് യോഗ്യതകളെല്ലാം പൂർണ്ണമായ വ്യക്തി ഉള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും യോഗ്യതയില്ലാത്തൊരു വ്യക്തിയെ കാളിയായി നിയമനം നടത്തിയത് ഭരണാധികാരിയാണെങ്കിൽ നിയമനം നടത്തിയത് ഭരണാധികാരിയാണ് എന്നതിന്റെ പേരിൽ നഫദ തൗലിയത്തുഹു വനഫദ ഖളാഉഹു, ആ കാളിയെ കാളിയായി അംഗീകരിക്കപ്പെടുന്നതും കാളി എന്ന നിലക്ക് അതിന് സാധൂകരണം ലഭിക്കുന്നതുമാണ്. അത് ലറൂറത്തിന്റെ കാളിയുടെ ഒരു വകുപ്പാണ്. ലറൂറത്തിന്റെ കാളിയുടെ 2ാം വകുപ്പ് മറ്റൊരു വകുപ്പാണ്. പൂർണ്ണമായ യോഗ്യത ഉള്ള ആളുകളില്ല. അങ്ങനെ വരുമ്പോൾ ലഭ്യമായതിനനുസരിച്ച് കാളിയെ നിയമിക്കുക. അവിടെ പിന്നെ നിശ്ചയിക്കുന്ന ആള് ഭരണാധികാരി ആവണമെന്ന കാര്യമില്ല. നാട്ടിലെ അഹ്ലുല്ലല്ലു നിശ്ചയിച്ചാൽ പോലും പൂർണ്ണ യോഗ്യതയുള്ള ആളെ ലഭിക്കാതിരുന്നത് കൊണ്ട് ലഭ്യമായതിനനുസരിച്ചുള്ള ഒരു കാളിയെ അഹ്ലുല്ലല്ലു നിയമിച്ചാലും നഫദ ഖളാഉഹു, ആ കാളി എന്ന നിലക്ക് അതിന് സിഹത്തുണ്ട്, അദ്ദേഹത്തെ കാളിയായി പരിഗണിക്കപ്പെടും. അപ്പൊ മുതഅല്ലിങ്ങൾ, പണ്ഡിത സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കേണ്ടത് ലറൂറത്തിന്റെ കാളി അവിടെ ഒരു 3 വകുപ്പ് വരും. ഒന്ന്, ഇമാമുൽ ആളം അല്ലാത്തവർ നിശ്ചയിക്കുന്നതൊക്കെ തന്നെ ആ നിയമനം ലറൂറത്തിന്റെ പേരിൽ വന്ന നിയമനമാണ്, അതിരിക്കട്ടെ. ഇനി കാളി യോഗ്യതയില്ല, യോഗ്യനല്ല എന്നിടത്ത് 2 നിലക്ക് അദ്ദേഹത്തിനെ ലറൂറത്തിന്റെ കാളിയായി പരിഗണിക്കപ്പെടും. ഒന്ന്, പൂർണ്ണ യോഗ്യതയുള്ള ആള് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ പോലും
യോഗ്യതയില്ലാത്ത ആളെ നിയമനം നടത്തിയത് ഭരണാധികാരിയാണെങ്കിൽ ആ നിയമനത്തിന് അംഗീകാരമുണ്ട്, ആ നിയമനം സ്വീകരിക്കപ്പെടുന്നതാണ്, അദ്ദേഹത്തിന് ഖാദിൽ ളറൂറ എന്ന പരിഗണനയിൽ അംഗീകരിക്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന് പൂർണ്ണ യോഗ്യതയുള്ളവർ ലഭ്യമല്ല. ഉദാഹരണം, ഇന്നത്തെ സാഹചര്യത്തിൽ മുജ്തഹിദ് മുത്തലഖ് എന്ന യോഗ്യത ഏതായാലും ലഭ്യമല്ല. അങ്ങനെ പൂർണ്ണ യോഗ്യതയുള്ള ആളെ കിട്ടാതിരിക്കുമ്പോൾ ലഭ്യമാകുന്നതിനനുസരിച്ച് യോഗ്യതയില്ലാത്ത ആളെ ഖാദിയായി നിയമിച്ചാലും യോഗ്യതയുള്ള ആളെ കിട്ടാനില്ലല്ലോ എന്നതിൻ്റെ പേരിൽ ആ നിയമനം സ്വഹീഹാണ്, അംഗീകൃതമാണ്, അതും ഖാദിൽ ളറൂറത്താണ്. പക്ഷെ ഖാദിൽ ളറൂറത്ത് എന്ന് പറഞ്ഞാൽ ഇനി ഭരണാധികാരി നിശ്ചയിച്ചതാണ് ഖാദിൽ ളറൂറത്താണെങ്കിലും അഹ്ലുൽ ഹല്ല് വൽ അഖദ് നിശ്ചയിച്ച ഖാദിൽ ളറൂറത്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഏത് തീരുമാനത്തിനും ശരീഅത്തിൽ അംഗീകാരമുണ്ട് എന്നല്ല. നഫദ ഖളാഉഹു അൽ മുവാഫിഖു ലിൽ ഹഖ്, നഫദ ഖളാഉഹു അൽ മുവാഫിഖു ലിമദ്ഹബിഹി അൽ മുഅ്തദ് ബിഹി. ഇസ്ലാമിൽ അംഗീകൃതമായ പ്രാമാണികമായ ഏതെങ്കിലും മദ്ഹബ് അനുസരിച്ച് ആ മദ്ഹബിന്റെ ശരിയായ നിലപാടിനോട് യോജിച്ച തീരുമാനങ്ങൾക്ക് മാത്രമേ ളറൂറത്തിന്റെ ഖാദിയാണെങ്കിൽ പോലും അംഗീകാരമുണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ശരീഅത്തിന്റെ നിയമം. ഇവിടെ ഇപ്പോൾ പൂർണ്ണ യോഗ്യതയുള്ള ആൾ ഏതായാലും ലഭ്യമല്ല എന്ന് കരുതി ഖാദി വേണ്ട, ഖാദി ആവശ്യമില്ല എന്നങ്ങ് പറയണ്ട. കാരണം ഒരു ഇസ്ലാമിക ഭരണ സംവിധാനത്തിലെ പോലെയുള്ള ഒരു ളറൂറത്തൊന്നും നമ്മുടെ രാജ്യത്തില്ല. കാരണം ഇവിടെ ക്രിമിനൽ സംബന്ധമായ കാര്യങ്ങളിലും ഇനി മറ്റു കാര്യങ്ങളിലും തർക്കം വരുമ്പോൾ അത് പരിഹരിക്കാൻ രാജ്യത്തെ കോടതികളുണ്ട്. അത് പൂർണ്ണമാർത്ഥത്തിൽ ഇവിടെ പരിഹരിക്കാൻ ഈ രാജ്യത്തെ കോടതികൾക്ക് കഴിയൂ. ഖാദിമാർക്ക് പോലും അത്തരം വിഷയങ്ങളിൽ നമ്മുടെ രാജ്യത്ത് പരിമിതിയുണ്ട്. ഇവിടെ കിതാബിൽ പറയുന്ന രൂപത്തിലുള്ള അത്രയും ശക്തമായ ഒരു ളറൂറത്തോ ആ ഒരു സ്വഭാവമോ ഒന്നും നമ്മുടെ നാട്ടിലെ ഖാദിമാർക്ക് ഇല്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദീകരണം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഏതായാലും പൂർണ്ണ യോഗ്യതയുള്ള ആള് ലഭ്യമല്ല, എന്നാലും ഖാദി വേണം, ഒരാവശ്യമാണ്. എന്നാ പിന്നെന്ത് ചെയ്യണം? പരമാവധി ഛർദ്ദിച്ചുകൊണ്ട് നല്ല കൂട്ടത്തിൽ കൂടുതൽ മികവും യോഗ്യതയും ഉള്ളവരും, അതിൽ ഇൽമ ഏറ്റവും പ്രധാനമാണ്. പക്ഷെ ഇൽമ മാത്രമൊന്നുമല്ല, ഇൽമ വേണം, ആലിമാവണം. അതോടൊപ്പം കാര്യങ്ങൾ ജനങ്ങളിൽ സ്വീകാര്യതയും ഒരു ആജ്ഞാ സ്വഭാവമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നല്ല ആലിമാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് ഒപ്പിച്ച് ചായുകയും ചെരിയുകയും ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിന് പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ആജ്ഞാശേഷിയുള്ള, ഒരു ഉറച്ച നിലപാട് ഉറച്ച ശബ്ദത്തിൽ പറയേണ്ടടുത്ത് പറയാൻ കഴിയുന്ന, എന്നാൽ ആലിമും കൂടിയായ അത്തരം ആളുകളെ കണ്ടെത്തലാണ് ഏറ്റവും അഭികാമ്യം. അല്ലാമ അബ്ദുല്ലാഹി ബാഫഖീഹ് റഹ്മത്തുള്ളാഹിയുടെ ഫത്വ ബിഗയയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അമ്മാ ലൗലം യകുൻ സമ്മ സ്വാലിഹുൻ, ഖാദിയാവാൻ യോഗ്യനായ ഒരാൾ ലഭ്യമല്ല. ലഭിക്കാൻ പ്രയാസമുണ്ട് അല്ലെങ്കിൽ അസാധ്യമാണ്. നഫദത്ത് തൗലിയത്തുൽ മുഖല്ലിദി, എങ്കിൽ മുജ്തഹിദ് അല്ലാത്ത ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ മുഖല്ലിദായ വ്യക്തിയെ ഖാദിയായി നിയമിക്കാം. ഇന്ന് നാട്ടുകാർ, അഹ്ലുൽ ഹല്ല് വൽ അഖദ്, നാട്ടിലെ കമ്മിറ്റികൾ അല്ലെങ്കിൽ നാട്ടിലെ കൈകാര്യകർത്താക്കൾ നിയമിക്കുമ്പോഴും പൂർണ്ണ യോഗ്യതയില്ലാത്ത ആളുകളെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ നിയമിക്കാം. പരമാവധി പൂർണ്ണ യോഗ്യതയുള്ളവർ ലഭ്യമല്ലെങ്കിലും ലഭ്യമാകുന്നവരുടെ കൂട്ടത്തിൽ ഖളാ എന്ന സ്ഥാനം കൈകാര്യം ചെയ്യാൻ കൂടുതൽ അനുയോജ്യരും കൂടുതൽ പ്രാപ്തരും അതിന് കൂടുതൽ അറിവുള്ളവരുമായ ആളുകളെ തന്നെ കണ്ടെത്തി നിയമിക്കലാണ് ആവശ്യമായത് എന്നാണ് അബ്ദുല്ലാ ബാഫഖീഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വ ബിഗയയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ പറഞ്ഞല്ലോ, ഖാദിയുടെ അടിസ്ഥാന യോഗ്യതയാണ് ഇൽമ്. പക്ഷെ ഇൽമ മാത്രമല്ല ഖാദിയുടെ യോഗ്യത.
ഇൽമു വേണം. നേരത്തെ പറഞ്ഞല്ലോ, നല്ല ആലിമായ എന്നാൽ ഒരു ഉറച്ച നിലപാടെടുക്കാൻ പറ്റാത്ത ആള് ഖാദിയാൻ പറ്റൂല. നേരത്തെ പറഞ്ഞു ഇൽമു വേണ്ടെന്ന് പറഞ്ഞുകൂടാ, ഇൽമു വേണം. ഖാദിയുടെ അടിസ്ഥാനപരമായി വേണ്ട മർമ്മയോഗ്യത ഇൽമു തന്നെയാണ്. കാരണം ഇസ്ലാമിക തീരുമാനങ്ങളും ഇസ്ലാമിക വിധികളും പറയേണ്ട ആളാണ് ഖാദി. അത് പറയണമെങ്കിൽ എന്താണ് ആ വിഷയത്തിലുള്ള ഇസ്ലാമിക വിധി എന്ന് അറിയുന്ന ആളാവണ്ടേ. അപ്പൊ ഖാദി ഇൽമുള്ള ആളാവണം, ആലിമാവണം. പക്ഷെ അത് മാത്രല്ല, അതിനോടൊപ്പം മറ്റു പലതും ചേരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാകുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഏതായാലും മുജ്തഹിദ് മുത്തലക്ക് ലഭ്യമല്ല. ആലിമീങ്ങളുണ്ടോ? ഉണ്ട്. മുൻകാല ആലിമീങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇൽമു വലിയ തോതിൽ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ആലിമീങ്ങൾ എന്ന് പറയാവുന്ന ആലിമീങ്ങൾ ഉണ്ട്. അതിലേറ്റവും ഉയർന്ന ഇൽമുള്ള, ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളെ തന്നെ കണ്ടെത്തിയിട്ട് ഖാദിയാക്കണം എന്ന ഒരു നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ ഇൽമു തൂക്കി നോക്കുക, ഇൽമ അളന്നു നോക്കിയിട്ട് താരതമ്യം ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള സംഗതിയും അല്ല. എന്നാ ഖാദി ആലിമാവണോ? ആലിമാവണം. ഞാൻ മനസ്സിലാക്കുന്നത് ഖാദിക്ക് ഇൽമ ആവശ്യമാണ്, ആലിമിനെ ഖാദിയാക്കണം. പക്ഷെ ആലിമീങ്ങളിൽ തന്നെ കൂടുതൽ ഇൽമുള്ളവരും താരതമ്യേന ഇൽമു കുറഞ്ഞവരും ഒക്കെ ഉണ്ടാവാം. കേവലം ഒരു ബിരുദം എന്നതൊരു അടിസ്ഥാന യോഗ്യതയായി പറയാനും കഴിയണമെന്നില്ല. ബിരുദമുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ഉയർന്ന ആലിമാവണമെന്നില്ല. ബിരുദമില്ല എന്നതുകൊണ്ട് ഒരാൾ ആലിമേ അല്ല എന്ന് പറയാനും എനിക്ക് പറ്റില്ല. ഇൽമു വേണോ? വേണം. ഖാദി ആലിമാവണം. അത് മർമ്മം തന്നെയാണ്. ഖാദി ആലിമാവണം. എത്രത്തോളം എന്ന് വെച്ചാൽ ഖാദിയിൽ പരിഗണിക്കേണ്ട ചില സുന്നത്തായ സ്വഭാവ ഗുണങ്ങളുണ്ട്. ഖതീബ് ഷിർബീനി റഹ്മത്തുള്ളാഹി മുഗ്നിയിൽ ശൈഖുൽ ഇസ്ലാം ദക്കൽ അൻസാർ റളിയല്ലാഹു അൻഹു അസ്നൽ മത്താലിബിലൊക്കെ കുറച്ച് കൂടുതലായി വിശദീകരിച്ചിട്ടുണ്ട്. ദൂ ഹിൽമിൻ, ഒരു സഹന സ്വഭാവമുള്ള ആളാവണം ഖാദി. എടുത്തു ചാടിയിട്ട് ഒരു വെട്ടിന് രണ്ട് മുറി എന്ന് പറയും പോലെ എടുത്തു ചാടുന്ന സ്വഭാവം അല്ല ഖാദിക്ക് നല്ലത്. നിബന്ധനയല്ല, സുന്നത്തായ സ്വഭാവ ഗുണങ്ങൾ. സമാധാനപ്രിയനും സമാധാന സ്വഭാവം, ഒരു സഹന സ്വഭാവമുള്ള ആളാവണം. കാര്യം കൃത്യമായി ആലോചിച്ച് ശ്രദ്ധാപൂർവം തീരുമാനമെടുക്കുന്ന ആളാവണം. നല്ല ബുദ്ധിശക്തിയുള്ള ആളാവണം. സാമ്പത്തിക താല്പര്യമില്ലാത്ത, ഭൗതിക സൗകര്യങ്ങളോട് ആർത്തിയില്ലാത്ത, ഹലാലായ വഴിയിൽ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന സ്വഭാവമുള്ള ആളാവണം ഖാദി. അതാണ് നല്ലത്. സ്വദൂക്കൻ, സത്യം പറയുന്ന ആളാവണം. അങ്ങനെ പറഞ്ഞു വന്നിട്ട് കാണാമോ ഖുറൈശിയൻ. ഖാദി ഖുറൈശിയാവുക, ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളാവുക. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണല്ലോ ഖുറൈശി കുടുംബം. ഖുറൈശി കുടുംബത്തിലെ ഹാഷിം വംശത്തിലാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുറൈശി കുടുംബാംഗമാവുക അതൊക്കെ ഖാദിയുടെ നിർബന്ധമല്ലെങ്കിലും നിർബന്ധമായ ഗുണങ്ങളോട് കൂടെ ചേരുമ്പോൾ സുന്നത്തായ യോഗ്യതകളിൽപ്പെട്ടതാണ്. അതെന്ന് ഫിഖ് ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് ഖതീബ് ഷിർബീനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വമുറാഅത്തുൽ ഇൽമി വത്തുഖ ഔലാ മിൻ മുറാഅത്തിൻ നസബി. ഇൽമ്, ശരീഅത്ത് സംബന്ധമായ അറിവ്, തഖ്വ, ഇത് പരിഗണിക്കലാണ് ഔലാ മിൻ മുറാഅത്തിൻ നസബി, കുടുംബം പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുടുംബത്തിന് ഒരു പ്രാധാന്യമില്ല എന്നൊന്നും പറഞ്ഞുകൂടാ. ഖാദി ഖുറൈശി കുടുംബാംഗമാവുക എന്നതൊരു സുന്നത്തുണ്ടെന്ന് നമ്മുടെ ഫിഖ് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ കുടുംബം പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതലായി ഇൽമും തഖ്വയും പരിഗണിക്കലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും ഖതീബ് ഷിർബീനി റഹ്മത്തുള്ളാഹി അടക്കമുള്ളവർ വിശദീകരിച്ചിട്ടുണ്ട്. പറഞ്ഞിരിക്കട്ടെ, ഏതായാലും ഖാദി ആലിമാവണം. ഇൽമിനോടൊപ്പം ചില ഗുണങ്ങളും വേണം. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞു, ഇൽമിന്റെ മാനദണ്ഡം ഒരു ബിരുദം എന്നങ്ങനെ നിശ്ചയിച്ച് ബിരുദമുള്ളവരെല്ലാം ഉയർന്ന ആലിമീങ്ങൾ, ബിരുദമില്ലാത്തവരൊന്നും ആലിമീങ്ങളല്ല എന്നങ്ങനെ പറഞ്ഞുകൂടാ. ബിരുദമില്ലാത്തവരും ചിലപ്പോൾ നല്ല ആലിമുകൾ ഉണ്ടാകും. നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ തലമുറയിലെ നല്ലൊരു ശതമാനം വലിയ മഹാഗുരുക്കന്മാരായ ആലിമുകൾ, അവരൊക്കെ ഗുരുമുഖത്ത് നിന്ന് കൃത്യമായി പഠിച്ചെടുത്തു. പലരും അതിലൊരു ഔദ്യോഗിക രൂപത്തിലുള്ള ബിരുദമുള്ളവർ അല്ല. ഇരിക്കട്ടെ, ഞാനങ്ങോട്ട് പോകുന്നു. വിഷയം പറയുമ്പോൾ കൃത്യമായി പറയൽ മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ ഖാദി ആലിമാവണം എന്നെഴുതി ആലിമും തൂക്കി നോക്കി അളന്നു നോക്കി അതൊന്നും അത്ര പ്രായോഗികമായിട്ട് നടക്കൂലല്ലോ.
പലപ്പോഴും പല സാഹചര്യങ്ങളിലും മസ്ലഹത്തുകളുടെ പേരിൽ, മസ്ലഹത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഭൗതിക മസ്ലഹത്തല്ല ഉദ്ദേശിച്ചത്, ചില ദീനിയായ മസ്ലഹത്തുകളുടെ പേരിൽ തന്നെ ചില ഫിത്നകൾ ഒഴിവായി കിട്ടാൻ കഴിഞ്ഞ തലമുറകളിലും ചിലയിടത്തൊക്കെ വലിയ ഉയർന്ന ആലിമീങ്ങൾ ഉള്ളപ്പോഴും ചിലപ്പോൾ താരതമ്യേന അവരെക്കാൾ ഇൽമു കുറഞ്ഞ വ്യക്തികളെ കാളിയാക്കിയ പാരമ്പര്യവും കീഴ്വഴക്കവും നമ്മുടെ നാടുകളിലുണ്ട്. ആ നാട്ടിൽ അവരെക്കാൾ ഉയർന്ന ആലിമീങ്ങളുണ്ട്. പക്ഷെ ചില ഫിത്നകൾ അടക്കാൻ വേണ്ടി അല്ലെ ദീനിയായ ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി താരതമ്യേന ഉയർന്ന ആലിമുകൾ ഉള്ളയിടത്തും അവരെക്കാൾ ഇൽമു കുറഞ്ഞവരെ കാളിയാക്കിയ സാഹചര്യങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൽമു അളന്നു തൂക്കിയിട്ട് തന്നെ ആക്കണമെന്നൊരു നിർബന്ധം പിടിക്കുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. പക്ഷേ ഈ സമയത്ത് ഖാദി നിയമനവും വസ്തുതയും എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സദസ്സിലുള്ള പണ്ഡിതന്മാരോടും സൗകര്യം പോലെ എൻ്റെ ശബ്ദം ആരിലേക്കൊക്കെ എത്തുമോ എല്ലാവരോടും ദീനിന്റെ മസ്ലഹത്തിന് വേണ്ടി എനിക്ക് ഉണർത്താനുള്ളത്, താരതമ്യേന ഇൽമു കുറഞ്ഞവരും ചിലപ്പോൾ ഖാദിമാരുടെ കൂട്ടത്തിലുണ്ടാവാം. പക്ഷെ അവർക്കൊക്കെ ഒരു നിർബന്ധ സ്വഭാവം വേണം. ഖാദി എന്ന നിലക്കൊരു തീരുമാനം എടുക്കുമ്പോൾ, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടൊരു സംഗതി പറയുമ്പോൾ ആലിമീങ്ങളോട് കൂടി ആലോചിച്ച് പറയാൻ, ആലിമീങ്ങൾ പറയുന്നത് പോലെ ദീനിന്റെ നിയമം ഛർദ്ദിച്ച് പറയാനുള്ളൊരു വിനയം ഖാദിമാർക്കുണ്ടാവണമേ എന്ന് ഖാദിമാരുടെ ഗുണത്തിനു വേണ്ടിയും ഈ ഉമ്മത്തിന്റെ ഗുണത്തിനു വേണ്ടിയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാദിക്ക് ഇത്ര ഇൽമു വേണമെന്ന് അളന്നു മുറിച്ച് തൂക്കം പറയാനൊന്നും ഞാൻ ആളല്ല. മുജ്തഹിദ് മുത്തലക്ക് ലഭ്യമല്ലെങ്കിൽ പരമാവധി അതാത് കാലഘട്ടത്തിൽ ലഭിക്കുന്ന കൂടുതൽ മികവുള്ള അൽ അംസലി ഫൽ അംസൽ, തഖദീമുൽ അംസലി ഫൽ അംസൽ, പരമാവധി ഇൽമിലും യോഗ്യതയിലൊക്കെ കൂടുതൽ മികവുള്ളവരെ തന്നെ ഖാദിയാക്കുകയാണ് വേണ്ടത് എന്ന് അബ്ദുല്ലാ ബാ മഖ്റൂമ റളിയല്ലാഹുവിന്റെ ഫത്വ ബിഗയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉണർത്തി. എന്നാൽ പോലും താരതമ്യേന ഇൽമു കൂടുതലുള്ള ആളാരാണ് അല്ലാത്ത ആളാരാണ് എന്നൊന്നും കണ്ടെത്തി ഖാദി നിയമനം പ്രയോഗ തലത്തിൽ അതിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ദീനിയായ ചില മസ്ലഹത്തുകളുടെ പേരിൽ ഉയർന്ന ആലിമീങ്ങൾ ഉള്ള സാഹചര്യത്തിലും താരതമ്യേന അവരെക്കാൾ ഇൽമു കുറഞ്ഞവർ ഖാദിയായി നിയമിക്കപ്പെട്ട സാഹചര്യം നമ്മുടെ നാടുകളിൽ ഉണ്ട് താനും. അതുകൊണ്ട് ഞാൻ ആരുടെയും ഖാദി സ്ഥാനത്തെ അവർ ഖാദിയാവാൻ പറ്റില്ല എന്നോ ഇന്നവർ ഖാദിയാവാൻ പറ്റുമെന്നൊന്നും പറയാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല, ഞാനത് ഉദ്ദേശിക്കുന്നുമില്ല. അതിലൊന്നും വലിയ കാര്യം ഇന്നത്തെ സാഹചര്യത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ഒരു കാര്യം ഞാൻ ഗൗരവ സ്വഭാവത്തോടുകൂടി തന്നെ പറയുകയാണ്. ഖാദിമാർ, വിശിഷ്യ ഇൽമു കുറവുള്ള ഖാദിമാർ, ആലിമീങ്ങളല്ലാത്ത ഖാദിമാരുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ചും പല സാഹചര്യങ്ങളുണ്ടാവും, പ്രാദേശികമായും അല്ലാത്തവരും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇൽമു കുറഞ്ഞ ഖാദിമാർ അല്ലെങ്കിൽ ആലിമീങ്ങളല്ലാത്ത ഖാദിമാർ, ആലിം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ആള് നല്ല റുഫില് സാധാരണഗതിയിൽ ഒരു ആലിം എന്ന വിശേഷിപ്പിക്കപ്പെടാത്ത ആളുകൾ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മുസ്ലിം ഒരു ഇൽമില്ലാത്ത മുസ്ലിം ഉണ്ടാകൂലല്ലോ. അപ്പോ അങ്ങനെ ഖാദിമാർ, താരതമ്യേന ഇൽമു കുറഞ്ഞ ഖാദിമാരും നമ്മുടെ നാട്ടിലെ സാധാ പ്രയോഗം അനുസരിച്ച് ആലിം എന്ന് വിശേഷിപ്പിക്കപ്പെടാത്ത ഖാദിമാരും പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ ദീനാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഖാദി എന്ന നിലയ്ക്ക് നിങ്ങൾ ഇടപെടുന്ന വിഷയത്തിൽ നിർബന്ധമായും ആലിമീങ്ങളോട് കൂടി ആലോചിച്ച് അള്ളാഹുവിന്റെ ദീന് നന്നായി പഠിച്ച മുഫ്തിയുടെയും ഫത്വ നൽകാനും യോഗ്യതയുള്ള ആലിമീങ്ങളോട് കൂടി ആലോചിച്ച് ആ ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ഖളാഉമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം നിങ്ങൾ എടുക്കാവൂ എന്ന് എല്ലാ ഖാദിമാരോടും ഞാൻ ഉണർത്തുക തന്നെയാണ്. അങ്ങനെ ആരോടും പറയാൻ പാടില്ല എന്നൊന്നുമില്ല. ഖാദിമാരോടൊരു കാര്യം പറഞ്ഞുകൂടാ, അങ്ങനെയൊന്നുമില്ല. ഖാദിമാരോടും പറയേണ്ടതുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു നിശ്ചിത ഖാദിയെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു നിശ്ചിത ഖാദിയിൽ മാത്രമുള്ള പ്രശ്നവും അല്ല. അതിനു മുമ്പും ശേഷവും ഒക്കെ പ്രാദേശികമായി ഇൽമു കുറഞ്ഞ ഖാദിമാരെ എനിക്കറിയാം. ഞാനുമായി തന്നെ ബന്ധപ്പെട്ട് കണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഖാദിമാരുണ്ട് പല പരിസരങ്ങളിലും. തലാഖിന്റെ മസല വരുമ്പോൾ, ഫസ്ഖിന്റെ മസല വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയും വന്നിരുന്നു എൻ്റെ അടുത്ത് ഖാദിമാർ. ഞാൻ എൻ്റെ കിബിർ പറയാനല്ല പറയുന്നത്, ആ ഖാദിമാരോടുള്ള ബഹുമാനം പറയാനാ. കാരണം അവർക്കറിയാം നമുക്ക് ഇൽമു കർമ്മിയുണ്ട്,
നമ്മളൊരു മസ്ലഹത്തിന്റെ പേരിൽ ഇവിടെ ഖാദിയായി നിയമിക്കപ്പെട്ടതാണ്. ആഖിറത്തിൽ നമുക്ക് കുടുങ്ങിപ്പോകരുത്, ശിക്ഷിക്കപ്പെടരുത്. ഖളാ കൈകാര്യം ചെയ്തിട്ട് ആഖിറത്തിൽ നമ്മൾ സ്വന്തം അപകടത്തിൽപ്പെടരുത്. അതുകൊണ്ട് ഒരു ഫസ്ഖിന്റെ വിഷയം വരുമ്പോൾ, നിക്കാഹിന്റെ വിഷയം വരുമ്പോൾ, ത്വലാഖിന്റെ വിഷയം വരുമ്പോൾ നിരന്തരമായ ആവശ്യാനുസരണം എന്നോട് തന്നെ അഭിപ്രായം ചോദിക്കുകയും എന്താണ് അതിൽ ദീനിന്റെ ഹുക്ം എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന 2, 3, 4 ഖാദിമാർ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു നിശ്ചിത ഖാദിയല്ല നമ്മുടെ വിഷയം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഖാദിമാരുടെ ഇൽമ് തൂക്കിയും അളന്നും നോക്കിക്കൊണ്ട് വിവാദം സൃഷ്ടിക്കുന്നതിലൊന്നും ഈ ഉമ്മത്തിന് വലിയ ഖൈറൊന്നുമില്ല. ഖാദിമാരുടെ അളവും ഇൽമിന്റെ അളവും തൂക്കവും അളന്നു നോക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിൽ ഒരു പുതിയ കലഹം സൃഷ്ടിക്കുന്നതിനോട്, ഒരു പുതിയ വിവാദം സൃഷ്ടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഉമ്മത്തിന്റെ ഗുണവും മുസ്ലിം ഉമ്മത്തിന്റെ മസ്ലഹത്തും ഇസ്സത്തും ശ്രദ്ധിക്കൽ ഏതൊരാളുടെയും മർമ്മമാണ്. അതേസമയം നിർബന്ധപൂർവ്വം ഞാൻ പറയുകയാണ്, ഖാദിമാർ എല്ലാവരും എന്ന് പറഞ്ഞാൽ തെറ്റല്ല. മുജ്തഹിദ് മുത്തലക്കായ ഖാദിമാർ പോലും മറ്റുള്ള ഉലമാവുമായി മുഷാവറ ചെയ്യൽ ആവശ്യമാണെന്ന് നമ്മുടെ ശരീഅത്തിന്റെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. മുജ്തഹിദ് മുത്തലക്കായ ഖാദിയാണെങ്കിൽ പോലും കൂടിയാലോചന ആവശ്യമാണ്. എങ്കിൽ പിന്നെ മുജ്തഹിദ് മുത്തലക്കല്ലാത്ത എല്ലാ ഖാദിമാരോടും നിങ്ങളൊന്ന് കൂടിയാലോചിക്കണേ, ആലിമീകളൊന്ന് കൂടിയാലോചിക്കണേ എന്ന് പറയുന്നതിൽ അദബ് കേടൊന്നും എനിക്ക് തോന്നുന്നില്ല. അദബ് കേട് വിചാരിച്ച് പറയേണ്ടത് പറയാതിരിക്കുന്നതിൽ അർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാനിതാ ഖാദി നിയമനവും വസ്തുതയും എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, ലൈവിലൂടെയും പിന്നീടുമൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, ഞാൻ സാധാരണക്കാരെയും ആലിമീങ്ങളെയും ഏതെങ്കിലുമൊക്കെ ഖാദിമാർ പോലും ഇതൊക്കെ ഒന്ന് കേട്ടാൽ അവർക്കും ഉമ്മത്തിനും ഖൈറാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇന്നത്തെ ഖാദിമാർ വിശിഷ്യ ഇൽമു കുറഞ്ഞവരും ആലിമീങ്ങളും ഖളാവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ നിർബന്ധമായും അവനവന് വിശ്വസ്തരായ ആലിമീങ്ങളുമായി കൂടിയാലോചിച്ചിട്ടേ ഖളാ നടത്താവൂ, ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാവൂ എന്ന് ഞാൻ നിർബന്ധപൂർവം ദീനിന്റെ നിയമം നിങ്ങളെ കേൾപ്പിക്കുകയാണ്.
അപ്പോൾ കൂടുതലിനി നീട്ടിപ്പരത്തി പറയുന്നില്ല, ഇവിടെ സമാപന സമ്മേളനമൊക്കെ ഉള്ള ദിവസമല്ലേ. കുറഞ്ഞ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയാവതരണം അവസാനിപ്പിക്കും. അപ്പോൾ ഖാദിമാർ ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട തീരുമാനമാണോ, ഖാദിയെ തന്നെ ആഖിറത്തിൽ വളരെ ഗൗരവത്തിൽ ബാധിക്കുന്ന സംഗതിയാണ് എന്ന തിരിച്ചറിവോടുകൂടി ആലിമീങ്ങളോട് അന്വേഷിച്ചും കൂടിയാലോചിച്ചും ശറഅ് നന്നായി പഠിച്ച ആലിമീങ്ങൾ പറയുന്നത് ഖാദിമാർ, വിശിഷ്യ ഇൽമു കുറഞ്ഞ ഖാദിമാർ നിർബന്ധമായി സ്വീകരിക്കണം. കാരണം ശരീഅത്തിന്റെ ഇൽമ് പഠിച്ചുണ്ടാക്കി പറയേണ്ടവർ അത് ആലിമീങ്ങൾ ആണ്. അത് കുടുംബത്തിന്റെ പേരിൽ വരുന്ന വകുപ്പ് അല്ല, അല്ലെങ്കിൽ സമുദായത്തിലെ മറ്റേതെങ്കിലും സ്ഥാനങ്ങളുടെ പേരിൽ ഉള്ളതല്ല. അതുകൊണ്ട് താരതമ്യേന സാധാരണഗതിയിൽ ഇന്നത്തെ വിശേഷണമനുസരിച്ച് ആലിം എന്ന് വിശേഷിപ്പിക്കപ്പെടാത്ത ഖാദിമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താരതമ്യേന ഇൽമു കുറഞ്ഞ ഖാദിമാരുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ പഠിച്ച നിങ്ങൾക്ക് വിശ്വസ്തരായ ആലിമീങ്ങളോട് കൂടിയാലോചിച്ച് ആ ആലിമീങ്ങൾ പറയുന്ന ശറഅ് പരിഗണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഒരു ഖളാ തീരുമാനം നടത്താവൂ എന്ന് ഖാദിമാരെ ഓർമ്മിപ്പിക്കുകയാണ്. അധിക പ്രസംഗമായി തോന്നണ്ട, പറയേണ്ടത് പറയണമല്ലോ. അതല്ലാതിരുന്നാൽ ഖാദി തന്നെ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടും. ഹദീസുകൾ പ്രസിദ്ധമല്ലേ, മൂന്നിനം ഖാദിമാരുണ്ട്. ഓരോ വിഷയത്തിലുള്ള ശരീഅത്തിന്റെ ശരിയായ ഹുക്മ് അറിഞ്ഞ് ദീനിയായ ശരി എന്താണോ, ശരീഅത്തിന്റെ നിയമപ്രകാരം ഏതാണോ ശരിയായ വിധി, അതറിഞ്ഞ് അതനുസരിച്ച് വിധിക്കുന്ന ഖാദിമാർ ആഖിറത്തിൽ സ്വർഗത്തിലാണ്. അവർക്ക് വലിയ സ്ഥാനങ്ങൾ ലഭിക്കും. അതേസമയം ആ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ആ വിഷയത്തിൽ ശരീഅത്തിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ഹുക്മും വിധിയും എന്താണെന്നറിയാതെ വിധി നടത്തുന്ന ഖാദിമാർ നരകാവകാശികളുടെ കൂട്ടത്തിലാണ്. ശരിയായ വിധി ദീനനുസരിച്ച് ഇന്നതാണെന്ന് അറിഞ്ഞിട്ടും മറ്റെന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി ആ വിധി അല്ലാത്ത മാറ്റുവിധിക്ക് നടത്തുന്ന ഖാദിയും. അങ്ങനെ മൂന്ന് വിഭാഗം ഖാദിമാരിൽ ഹക്ക് ശരിക്കും അറിഞ്ഞ് ആ ഹക്കനുസരിച്ച് വിധിക്കുന്ന ഖാദിമാർ മാത്രം സ്വർഗത്തിലും, ഹക്കറിയാതെ വിധിച്ചവരും ഹക്ക് അറിഞ്ഞിട്ടും ഹക്കല്ലാത്ത വിധി നടത്തിയ ഖാദിമാറും നരകത്തിലാണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ കാര്യം ഖാദിമാർക്ക് ഓർമ്മ വേണം, ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇരിക്കട്ടെ, അവിടെ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ലറൂറത്തിന്റെ ഖാദി പൂർണ്ണ യോഗ്യത ഇല്ല, അനിവാര്യതയുടെ പേരിൽ അനുവദിക്കപ്പെട്ട ഖാദിമാരാണ് ഇന്നത്തെ ഖാദിമാർ. കർമ്മശാസ്ത്ര ഇമാമുകൾ പറയുന്നുണ്ട്, ഈ ഇന്നത്തെ ഖാദിമാർ, ലറൂറത്തിന്റെ ഖാദിമാർ ഒരു തീരുമാനം പറയുമ്പോൾ അതിന്റെ അവലംബ രേഖ അവർ വ്യക്തമാക്കണം. ഒരു വിഷയത്തിൽ ഒരു വിധി പറയുമ്പോൾ ഇന്ന ആളുടെ വ്യക്തിയുടെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വിധി നടത്തിയത് എന്ന്, അല്ലെങ്കിൽ ഒരു ഫസ്ഖിന് ഒരു സ്ത്രീക്ക് അനുവാദം നൽകുമ്പോൾ ഇന്ന മദ്ഹബിലെ ഇന്ന ഫിഖ് ഗ്രന്ഥത്തിൽ പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ അനുവാദം നൽകിയത് എന്ന് പറയാൻ ലറൂറത്തിന്റെ ഖാദിമാർ ശ്രദ്ധിക്കണം. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തുഹ്ഫയിൽ വിശദീകരിക്കുന്നു, വസറഹ ജംഉൽ മുതഅഖിറൂന ബിഅന്ന ഖാദിയൽ ലറൂറ യൽസമുഹു ബയാനു മുസ്തനദിഹി ഫീ സായിരി അഹ്കാമി. ലറൂറത്തിന്റെ ഖാദി ഖളാ എന്ന നിലക്കൊരു മത വിഷയത്തിൽ ഇടപെട്ട് തീരുമാനം പറയുമ്പോൾ ഇസ്ലാമികമായ അതിന്റെ അവലംബം എന്താണെന്ന് വെളിപ്പെടുത്തേണ്ടതുണ്ട്. മുജ്തഹിദ് മുത്തലക്കായ ഖാദിയാണെങ്കിൽ തീരുമാനം പറയുമ്പോൾ അവലംബം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. മുജ്തഹിദ് മുത്തലക്കല്ലാത്ത ഖാദിമാർ, ഇന്നത്തെ സർവ്വ ഖാദിമാരും ഖളാവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം പറയുമ്പോൾ അതിൽ ആ വിധിക്ക് അവലംബിച്ച ശരീഅത്തനുസരിച്ചുള്ള പ്രമാണങ്ങൾ എന്താണെന്ന് അവർ വ്യക്തമാക്കണം. ولا يقبل قوله حكمت بكذا من غير بيان لمستنده. വിധി നടത്തുമ്പോൾ ആ വിധിയുടെ അവലംബ രേഖ വെളിപ്പെടുത്താതെ ഞാൻ അങ്ങനെ വിധിച്ചിരിക്കുന്നു, ഞാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പരിഗണന ഇല്ല എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തുഹഫ 10-115 വിശദീകരിച്ചിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് ഷിർവാനി ബിഅന്ന ഖാദിയൽ ലറൂറത്തി യൽസമുഹു ബയാൻ മുസ്തനദിഹി എന്ന് പറഞ്ഞുകൊടുത്തായി ഇദാ സുഇല അൻഹു എന്ന വിശകലനം നടത്തിയിട്ടുണ്ട്. എല്ലാ വിധികളിലും എന്ന് പറഞ്ഞുകൊടുത്താലോ ബദീഹിയത്തൻ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. വൽ മുറാദു ബിൽ മുസ്തനദി, അവലംബ രേഖ എന്ന് പറഞ്ഞാൽ മസ്തനദ ഇലൈഹി മിൻ ബയ്യിനത്തിൻ ഔ നുഖൂലിൻ ഔ നഹ്വി ദാലിക,
ഖാദിമാർ തീരുമാനം പറയുമ്പോൾ ഒരു ഖളാ നടത്തുമ്പോൾ അതിൽ അവലംബിച്ച രേഖ അത് ഇന്ന കിതാബിൽ ഇന്നയിടത്ത് പറഞ്ഞ ഉദ്ധരണിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഫസ്ഖിന് അനുവാദം കൊടുത്തത്, ഞാൻ അങ്ങനെ തീരുമാനം എടുത്തത്. ആവശ്യാനുസരണം അന്വേഷിക്കപ്പെടുമ്പോൾ തീരുമാനത്തിന്റെ മതപരമായ അവലംബം വെളിപ്പെടുത്തൽ ഇന്നത്തെ സർവ്വ ഖാദിമാർക്കും നിർബന്ധമാണ്. അത് വെളിപ്പെടുത്താതിരിക്കുമ്പോൾ അവരുടെ ആ ഹുക്മിന് ഖാദിയുടെ ഹുക്മ് എന്ന പരിഗണന ഇല്ല എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തുഹഫ 10/115 അബ്ദുൽ ഹമീദ് ഷിർവാനിയുടെ വിശദീകരണ പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. ഖാദിമാർക്ക് ഇപ്പൊ കാര്യമായിട്ട് നമ്മുടെ നാട്ടിലെ ഖാദിമാർ നിക്കാഹ് ഒലിയില്ലാത്ത പെണ്ണിന്റെ നിക്കാഹ് അവർക്ക് നേരിട്ട് നടത്താനുള്ള വിലായത്തുണ്ട്. റമദാന് പെരുന്നാൾ മറ്റു മാസങ്ങളിൽ മാസം കാണുന്നതും അതുമായി ബന്ധപ്പെട്ട മാസം ഉറപ്പിക്കലും അവർക്ക് ഇടപെടാം. ഇതൊക്കെയാണ് സാധാരണയുള്ളത്. അവിടെ ഖാദിക്ക് ഒരു പെൺകുട്ടിയുടെ ഒലി എന്ന നിലയ്ക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന 20ഓളം രൂപങ്ങൾ ഷാഫിഈ ഫിഖ് ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു 3, 4, 5 രൂപങ്ങൾ അടിമ സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ബാക്കി ഒരു 10, 14, 15ഓളം രൂപങ്ങൾ നമ്മുടെ സാഹചര്യത്തിലും നടക്കാവുന്നതും സാധ്യതയുള്ളതുമായ രൂപങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് അളുല്. ഞാനെല്ലാം കൂടി വിശദീകരിക്കുന്നില്ല സമയത്തിന് എൻ്റെ പ്രശ്നം കൊണ്ട്. അളുല് ഒരു പ്രായപൂർത്തിയായ ബുദ്ധിയും പ്രായപൂർത്തിയുമായ ഉള്ള ഒരു പെണ്ണ് തന്നെ നിക്കാഹ് ചെയ്യാൻ തയ്യാറായ, തനിക്ക് കഫാഅത്തുള്ള അനുയോജ്യനായ ഒരു പുരുഷൻ തന്നെ നിക്കാഹ് ചെയ്യാൻ തയ്യാറായാൽ എന്നെ ആ പുരുഷനെ നിക്കാഹ് ചെയ്തു കൊടുക്കണമെന്ന് പെണ്ണ് ആവശ്യപ്പെടുമ്പോൾ വിശദാംശങ്ങളുണ്ട്, വിശദീകരണങ്ങളുണ്ട്. ഏതായാലും അളുലിന്റെ രൂപത്തിൽ അങ്ങനെ ഒലി ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ ആ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഖാദിക്ക് ഇസ്ലാമിൽ അനുവാദമുണ്ട്, നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട്. അത് മുജിബിറായ ഒലിയാണോ അല്ലേ എന്ന വിശദീകരണങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷെ ഇവിടെയും ഖാദിമാർ ശ്രദ്ധിക്കണം. ഖാദിമാര് ആ ഉപ്പ നിക്കാഹ് കൊടുക്കാൻ തയ്യാറില്ല എന്ന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഖാദി നിക്കാഹ് ചെയ്തു കൊടുക്കരുത്. അളിലിന്റെ രൂപത്തിൽ പെണ്ണിന്റെ നിക്കാഹ് നടത്താൻ, മകളുടെ നിക്കാഹ് നടത്താൻ ഉപ്പ സമ്മതിക്കുന്നില്ല, ഉപ്പ ചെയ്തു കൊടുക്കില്ല. അല്ലെങ്കിൽ സഹോദരിയുടെ നിക്കാഹ്, ഞാൻ ഇന്നിങ്ങോട്ട് വണ്ടിയിൽ വരുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു കാസർഗോഡ് ഭാഗത്തുനിന്ന്, അതിലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അങ്ങനെ വലിയ രക്ഷിതാവ് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വിസമ്മതിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ നിബന്ധനകൾക്ക് വിധേയമായി മാത്രം ഖാദിക്ക് ആ പെണ്ണിന്റെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അനുവാദമുണ്ട്. പറഞ്ഞല്ല, അങ്ങനെ 10-15 വകുപ്പുകളുണ്ട്. പക്ഷെ അവിടെ ഖാദിമാർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. ഒരിക്കൽ ഒരു പെണ്ണിന്റെ നിക്കാഹ് ഖാദി നടത്തി. ഉപ്പ അതിൽ പ്രശ്നമുന്നയിച്ചു. ഞാൻ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്നു, ഖാദി എന്നെ അന്വേഷിച്ചിട്ടില്ല. ആരോ ഖാദിയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് ഖാദി നിക്കാഹ് ചെയ്തു കൊടുത്തതാണ്. അതാണെങ്കിൽ എൻ്റെ മോൾക്ക് കുഫുവല്ല. കാരണം ഞാൻ ഇത്രയും മറ്റു മക്കളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ഇന്ന ഗുണങ്ങളുള്ളവർക്കാണ്. ഇത് നസബം നിലക്കും മറ്റു പലതിലും എനിക്ക് കഫാഅത്തില്ല, ദീനിയായിട്ട് തന്നെ. ആ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടി വന്നപ്പോൾ ഖാദിയോട് നേരിട്ട് സംസാരിച്ചു. ഖാദി പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു, ഉപ്പ ഫോൺ എടുത്തില്ല, അതുകൊണ്ടാണ് ചെയ്തു കൊടുത്തതാണ്. ഞാനൊരു ഖാദിയുടെ വാക്ക് നേരിട്ട് ഈ കാത് കൊണ്ട് കേട്ടതാ. അത്ര ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്തുകൂടാ ഖാദിമാർക്കും മരിച്ചോണ്ടേ, നമുക്ക് എല്ലാവർക്കും മരിച്ചോണ്ടേ. എല്ലാവർക്കും ആഖിറത്തിനെ കുറിച്ചുള്ള പേടി വേണം. ഖുദിൽ അംറ ബിത്തദ്ബീർ, കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യണം. വിശിഷ്യ ഖാദിമാരാവുമ്പോൾ അത് സ്വന്തം കുടുംബത്തിന്റെ കാര്യമല്ല, സ്വന്തം മക്കളുടെ കാര്യമല്ല, ഈ ഉമ്മത്തിന്റെ കാര്യം, ദീനുമായി വലിയ അടുത്ത ബന്ധമുള്ളതാണ്. നല്ല സൂക്ഷ്മത പാലിക്കണം. ഉപ്പ സമ്മതിക്കുന്നില്ല, ഉപ്പാക്ക് വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല എന്നതിന്റെ പേരിൽ ആ ഉപ്പയുടെ മകളെ അതിലെന്നും പറഞ്ഞുകൊണ്ട് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഖാദിക്ക് ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. അടുത്ത് ഞാൻ മറ്റൊരു ഖാദിയുടെ ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് ആ ഖാദിയോട് വലിയ നേരിട്ട് പറയുന്നതാണ് ഞാൻ കേട്ടത്. ഖാദി എന്നാൽ പിന്നീട് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. വിഷയത്തിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഞാൻ ആ 2 ഭാഗം കേട്ടതനുസരിച്ച് പിന്നീട് ആ ഉപ്പാക്കൊന്ന് വിളിക്കുക പോലും ചെയ്യാതെ ഖാദി നിക്കാഹ് നടത്തി എന്നാണ്
കേൾക്കുന്ന വിവരം അല്ലാഹു അഅലം. ഞാനിത് പറയുന്നത് ഏതെങ്കിലും ഒരു നിശ്ചിത സംഭവം വിശദീകരിക്കലല്ല എൻ്റെ ഉദ്ദേശം. അദ്ലിന്റെ പേരിൽ ഖാദിക്ക് വിലായത്തുണ്ട്, പക്ഷേ ഖാദിമാർ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഖാദിയുടെ അടുക്കൽ അദ്ല് സ്ഥിരപ്പെടേണ്ട രൂപമുണ്ട്. ഒന്നിരിക്കൽ പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ പുരുഷനും ഖാദിയുടെ മുന്നിൽ ഹാജരാകുന്നു. ഖാദി ഉപ്പാനെ ഒലീനെ വിളിച്ചു വരുത്തുന്നു, നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ഫംതന, ആ ഖാദിയുടെ മുന്നിൽ അദ്ദേഹം നിക്കാഹ് നടത്താൻ വിസമ്മതിക്കുന്നു. അപ്പൊ ഖാദിയുടെ മുന്നിൽ തന്നെ ബോധ്യപ്പെട്ട സംഗതിയാണ് ഖാദിക്ക് അദ്ലിന്റെ വകുപ്പിൽ നിക്കാഹ് ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ ഖാദി വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ തഅദ്ദുദ് തവാരിയുടെ പേരിൽ ഒളിഞ്ഞും മറിഞ്ഞും യോഗ്യത നടിച്ചും അഭിനയിച്ചു നടക്കുകയാണെങ്കിൽ ഇദ്ദേഹം അദ്ല് ചെയ്യുന്നുണ്ട് എന്ന് 2 നിബന്ധനയൊത്ത സാക്ഷികൾ മുഖേന ഖാദിയുടെ മുന്നിൽ സ്ഥിരപ്പെടണം. എന്നിട്ടാണ് ഖാദി നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ ഉപ്പക്ക് ഫോൺ വിളിച്ചപ്പോൾ ഉപ്പ ഫോൺ എടുത്തില്ല എന്നതിന്റെ പേരിലോ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടോ ഖാദിമാരെ നിക്കാഹ് ചെയ്ത് കൊടുക്കരുത് എന്ന് അത് ശ്രദ്ധിക്കണം. അതൊന്നും അദ്ലിന്റെ രൂപവും ഖാദിക്ക് വിലായത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രൂപങ്ങളുടെ വിശദാംശങ്ങളും അറിയാത്ത ഖാദിമാരുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാം. ഇല്ലെങ്കിൽ വിവരം അറിയുന്ന ആലിമീങ്ങളോട് ചോദിച്ചറിഞ്ഞിട്ടേ ചെയ്യാകൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഞ്ഞാൽ അവനവന്റെ ആഖിറം കൂടി അപകടത്തിലാവും, ഈ ഉമ്മത്ത് പ്രയാസപ്പെടുകയും ചെയ്യും. ഒരു മർമ്മകാര്യം ഞാൻ ഉണർത്തുകയാണ്. ഖാദി നിക്കാഹ് കൊടുക്കേണ്ട രൂപങ്ങൾ വിശദീകരിക്കുന്നില്ല. ഖാദി വലിയ നൽകി ചിലപ്പോ ഉപ്പ മകളെ നിക്കാഹ് കൊടുക്കുമ്പോഴും അത് ചൊല്ലിക്കൊടുക്കാനും തോർക്കാനും ഖാദിനെ കൊണ്ടുവരും. അതല്ല ഇപ്പൊ വിഷയം. പെണ്ണിന്റെ ഒലിയ രക്ഷിതാവ് എന്ന നിലക്ക് ജൽവജത്ത് പറയാൻ അധികാരം തന്നെ ഖാദിക്ക് വരുമ്പോൾ, ഖാദി ഒലിയായിട്ട് നിക്കാഹ് നടത്തുമ്പോൾ മർമ്മമായ 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഖാദി നിക്കാഹ് നടത്തുമ്പോൾ ആ ഖാദിയെ ഖാദിയായി ബൈഅത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള നിയമിക്കപ്പെട്ടിട്ടുള്ള സ്ഥലപരിധിയുടെ ഉള്ളിൽ ഈ പെണ്ണുണ്ടാവൽ നിർബന്ധമാണ്. മറ്റൊന്ന്, ഖാദി വലിയായ നിക്കാഹ് ഖാദി നടത്തുന്നതും ആ ഖാദിയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ചാവണം. പല ഖാദിമാരും ഇതുപോലും ശ്രദ്ധിക്കാത്തത് എൻ്റെ അനുഭവത്തിലുണ്ട്. പറഞ്ഞേ മനസ്സിലായില്ല, ഞാനൊന്നും കൂടി പറയാം. ഖാദി വലിയായിക്കൊണ്ട് ഒലിയില്ലാത്ത പെണ്ണിന്റെ ഒലി ഖാദി എന്നൊരു സംവിധാനം ഇസ്ലാമിലുണ്ട്. അസുൽത്താൻ വലിയുമല്ല വലിയ ലഹ എന്ന ഹദീസിന്റെ വിവിധ അർത്ഥ തലങ്ങളിൽപ്പെട്ട ഒന്നാണത്. അങ്ങനെ ഖാദി വലിയായി നിക്കാഹ് നടത്തുമ്പോൾ 2 നിബന്ധനകൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഇരുന്നാൽ ആ നിക്കാഹ് സ്വഹീഹല്ല. ഒന്നാദ്യം ഖാദിക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ അനുവാദമുള്ള രൂപമാണോ അല്ലേന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഫോൺ എടുത്തില്ല എന്നിട്ട് ആരാൻ്റെ മോളെ കെട്ടിക്കാൻ നിൽക്കേണ്ട ഖാദി. അതൊരു ഫോൺ മാത്രമല്ല, ഇപ്പൊ കുറെ രൂപങ്ങളുണ്ട്. അത് ബോധ്യപ്പെട്ടാൽ ഇവിടെ ഖാദി വലിയാണോ, ഖാദിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അനുവാദമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ ഇനി 2 കാര്യമാണ്. അതെന്താ? ഖാദി ആ നിക്കാഹ് നടത്തുന്നത് തന്നെ ഖാദിയായി നിശ്ചയിക്കപ്പെട്ട നാടിന്റെ പരിധിയിൽ വെച്ചാവണം. 1. 2, ആ നിക്കാഹ് ഖാദി നടത്തുമ്പോൾ ആ നിക്കാഹ് ചെയ്യപ്പെടുന്ന പെണ്ണ് നിക്കാഹിന്റെ സദസ്സിൽ വേണമെന്നില്ല. ഈ ഖാദിക്ക് ഖാദിയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലപരിധിയുടെ ഉള്ളിൽ വേണം. ഞാനൊരു ഉദാഹരണം സങ്കല്പിക്കാം. കരുവാരക്കുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടേക്ക് ഏരിയക്ക് പാണ്ടിക്കാട്. കരുവാരക്കുണ്ട് നിങ്ങൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ കരുവാരക്കുണ്ട് കണ്ടപ്പോൾ മനസ്സിലാക്കുന്നതാ. അപ്പോ പാണ്ടിക്കാട് ഞാൻ ഉദാഹരണം സങ്കല്പിക്കുകയാണ്. ഇവിടെ ഖാദി ഉണ്ടോ അല്ലെന്നൊന്നും അറിയൂല, ഇവിടുത്തെ ഖാദിയെ പരാമർശിക്കുകയല്ല. ഉദാഹരണം പറയാം. പാണ്ടിക്കാട് ഉള്ള ഒരു ഖാദി, പാണ്ടിക്കാട് ഏരിയയിൽ ഖാദിയായി നിശ്ചയിക്കപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം ഈ ഏരിയയിലെ ഖാദിയാണ്. അദ്ദേഹം ഈ പാണ്ടിക്കാട് അദ്ദേഹം ഖാദിയായി നിശ്ചയിക്കപ്പെട്ട ഏരിയകൾ ഏതാണോ മഹല്ലുൽ വിലായത്ത് എന്ന് കിതാബ് പറയും. ആ പരിധിയിലുള്ള ഒലിയില്ലാത്ത അല്ലെങ്കിൽ ഒലിയുണ്ടെങ്കിൽ പോലും ഖാദിക്ക് വിലായത്ത് വരുന്ന രൂപത്തിൽ ഖാദി നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ 2 നിബന്ധന. ഒന്ന്, ഈ പാണ്ടിക്കാടത്തെ ഖാദി അദ്ദേഹം ഖാദിയായി ബൈഅത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പാണ്ടിക്കാട് പരിധിക്കുള്ളിൽ വെച്ച് അദ്ദേഹം ആ നിക്കാഹ് നടത്തുമ്പോൾ ഇദ്ദേഹം ഖാദിയായ പരിധിക്കുള്ളിൽ ആ പെണ്ണ് വേണം. പാണ്ടിക്കാട് ഖാദിയായി ബൈഅത്ത് ചെയ്യപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം കോട്ടക്കലിൽ ഖാദിയല്ല. സങ്കല്പിക്കുകയാണ്, അദ്ദേഹത്തെ പാണ്ടിക്കാട് ഖാദിയായി ബൈഅത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടക്കൽ ഏരിയയിൽ അദ്ദേഹത്തെ ഖാദിയായി ബൈഅത്ത് ചെയ്യപ്പെട്ടിട്ടില്ല.
പാണ്ടിക്കാട് ഉള്ള ഒരു പെണ്ണിന് കാലിക്ക് വിലായത്തുള്ള രൂപത്തിൽ തന്നെ ഈ കാലി നിക്കാഹ് നടത്തിയത് കോട്ടക്കൽ ഓഡിറ്റോറിയത്തിൽ പോയിട്ടാണെങ്കിൽ ആ നിക്കാഹ് സ്വഹീഹല്ല. എന്തുകൊണ്ട്? കാലി വലിയായ നിക്കാഹ് അദ്ദേഹത്തെ കാലിയായി നിയമിക്കപ്പെട്ടിട്ടുള്ള പരിധിക്കുള്ളിൽ വെച്ച് നടത്തിയാലേ സ്വഹീഹാവുകയുള്ളൂ. അദ്ദേഹത്തെ കാലിയായി നിയമിക്കപ്പെട്ടത് പാണ്ടിക്കാടാണ്, അദ്ദേഹം കോട്ടക്കൽ കാലിയല്ല. പെണ്ണ് പാണ്ടിക്കാടുണ്ട്, ഇദ്ദേഹം കോട്ടക്കൽ പോയി നിക്കാഹ് നടത്തിയാൽ നിക്കാഹ് സഹിയല്ല. എന്തുകൊണ്ടേ സഹിയല്ലാതിരുന്നത്? അദ്ദേഹം നിക്കാഹ് നടത്തിയത് അദ്ദേഹം കാലിയായ സ്ഥലത്ത് വെച്ചല്ല. മറ്റൊന്ന്, പാണ്ടിക്കാടുത്തെ കാളി പാണ്ടിക്കാട് വെച്ച് തന്നെയാണ് നിക്കാഹ് നടത്തുന്നത്. പക്ഷെ അപ്പോൾ നിക്കാഹിന്റെ സമയത്ത് പെണ്ണുള്ളത് ഈ കാളിയുടെ മഹല്ലിൽ വിലായത്തിലല്ല, പെണ്ണുള്ളത് മറ്റേതൊരു നാട്ടിലാണ്, അവിടെ മറ്റൊരു കാളിയാണ്, അല്ലെങ്കിൽ അവിടെ കാളിയില്ല. എന്നാലും ഈ നിക്കാഹ് സ്വഹീഹല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാദിമാർ, ആലിമീങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നില്ല, ഉണർത്തുന്നതിന് വിരോധമില്ല. ആലിമീങ്ങളല്ലാത്ത ഖാദിമാരുണ്ടെങ്കിൽ, താരതമ്യേന ഇൽമു കുറഞ്ഞ ഖാദിമാരുണ്ടെങ്കിൽ, വലിയ എന്ന ഇല്ലാത്ത ഖാദിക്ക് വിലായത്തുള്ള രൂപത്തിൽ നിങ്ങൾ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ നിക്കാഹ് നടത്തുമ്പോൾ, നിക്കാഹി എന്നത് സ്വകാര്യതയായും സന്താനോൽപാദനവുമായും ബന്ധപ്പെട്ട സംഗതിയായതുകൊണ്ട് മറ്റ് ഇടപാടുകളെക്കാൾ സൂക്ഷ്മത പാലിക്കണമെന്ന് കർമ്മശാസ്ത്ര ഇമാമുകൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് കാലി വലിയായി നടത്തുന്ന നിക്കാഹ് നിങ്ങളെ കാലിയായി ബൈഅത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ വെച്ച് നടത്തുകയും, നിങ്ങൾ ആ നിക്കാഹ് നടത്തുമ്പോൾ ആ പെണ്ണ് നിങ്ങളുടെ മഹല്ലിൽ വിലായത്തിൽ ഉണ്ടാവുകയും വേണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് അനുഭവമുണ്ട്. ഞാനൊരിടത്ത് ഒരു നിക്കാഹിന് പങ്കെടുത്തു. അവിടെ രണ്ട് നിക്കാഹ് നടക്കുന്നതിൽ ഒന്ന് കാലി നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട ഒരു കേസാണ്. കാരണം വിലായത്ത് കാലിക്കാണ്. പക്ഷേ പെണ്ണിന്റെ നാട് കുറച്ച് അപ്പുറമാണ്. കാലി അവിടുന്ന് ഇങ്ങോട്ട് ഈ നാട്ടിലേക്ക് വന്നൊക്കെയാണ്. എന്നിട്ട് ആ നാട്ടിൽ മാത്രം കാലിയായ, ആ നാടൊരു ഉദാഹരണം, ആ നാട്ടിൽ മാത്രം കാലിയായ ഇപ്പോൾ ആ നാട്ടിലുള്ള പെണ്ണിന്റെ നിക്കാഹ് ഒലിയ എന്ന നിലക്ക് കാലി നടത്തുന്നത് ഇവിടെ ഒരു നാട്ടിൽ വന്നുകൊണ്ടാണ്. ഇവിടെ ആ കാലി ഒലിയല്ല, ആ നിക്കാഹ് ശരിയാകൂല. പക്ഷെ ആ കാലിക്ക് വിവരമില്ലെങ്കിലും വിനയമുണ്ടായിരുന്നു. പറഞ്ഞത് അദ്ദേഹം കേട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ഒരു വണ്ടിയിൽ അദ്ദേഹവും പുതിയ ഭർത്താവ് കൂടി കയറി പെണ്ണുള്ള ഇദ്ദേഹത്തിന്റെ മഹല്ലുൽ വിലായത്തിലേക്ക് വണ്ടി വിട്ടു. അവിടെ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് നിക്കാഹ് ചെയ്ത് തിരിച്ചു വന്നത് ഞാൻ ഓർക്കുകയാണ്. ചില കാവ്യമാർ അവരുടെ നാട്ടിൽ കാതി ആവില്ല, ഓല നാട്ടിൽ ഓരോ കാവ്യായി വയ്യത്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു വേറെ എവിടെയെങ്കിലുമൊക്കെ കാവ്യാവും. എന്നാൽ അവർ കാവ്യായ സ്ഥലത്തെ ഒലിയില്ലാത്ത പെണ്ണിന്റെ നിക്കാഹ് പോലും ഓല പെരിയിൽ വെച്ച് നടത്തിയാൽ ശരിയാകില്ല. അങ്ങനെയൊക്കെ നേരത്തെ ചില നിക്കാഹുകൾ നടന്നപ്പോൾ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എൻ്റെ വന്യപിതാവ് ചെറുഷോൽ ഉസ്താദ് ശക്തമായി ഇടപെട്ടതും തിരുത്തിച്ചതും ഞാൻ ഓർക്കുകയാണ്. അല്ലാഹു അവർക്കൊക്കെ വലിയ ഖൈറ് നൽകുകയായ ജസാഅ് നൽകുമാറാവട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ പറഞ്ഞല്ലോ, ഇതാരെയും തിരുത്തുകയല്ല, ഓർമ്മിപ്പിക്കുകയാണ്, ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ഉപദേശിക്കുന്ന രൂപത്തിൽ കാണേണ്ടതില്ല. അതുപോലെ മാസോർപ്പിക്കുന്നിടത്തും മറ്റൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദീകരണത്തേക്ക് കടക്കുന്നില്ല. ഫോണിലൂടെ ഒരാൾ ഫോൺ വിളിച്ചു പറഞ്ഞു എന്നത് ഒരു രേഖയായിക്കൊണ്ട് കാലി മാസം ഉറപ്പിക്കൽ അനുവദനീയമല്ല. 30, 29 പൂർത്തിയായി 30 തികഞ്ഞാൽ ഇപ്പൊ കാലി ഉറപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരും കരുതണ്ട. ഇന്ന് 30 പൂർത്തിയായി ഇപ്പൊ കാലി ഉറപ്പിച്ചിക്കണമല്ലേ. 30 പൂർത്തിയായാൽ പിന്നെ കാലിയുടെ ഹുക്കുമിന് ആവശ്യമില്ല. 29ന്റെ അന്ന് മാസം കണ്ടാൽ മാസം നേരിട്ട് കണ്ടവർക്കും ആ കണ്ടവർ പറഞ്ഞൊരു വിശ്വാസം വന്നവർക്കും ഇനി കാദിയുടെ വിധിയുടെ ആവശ്യമില്ല, അവർക്ക് നോമ്പ് നിർബന്ധമായിട്ടുണ്ട്. അതേസമയം എല്ലാവരും മാസം കണ്ടിട്ടില്ല, ഒരാൾ കണ്ടു, ആ വിവരം മറ്റുള്ളവരിലേക്ക് എത്തുവാൻ നീതിമാനായ ഷഹാദത്തിന്റെ യോഗ്യതയുള്ള ഒരാൾ മാസം കാണുകയും അദ്ദേഹം കാലിലെടുക്കൽ ഷഹാദത്ത് നിർവഹിക്കുകയും കാലി അതനുസരിച്ച് ഹുക്മ നടത്തുകയും ചെയ്താൽ ആ കാലിയുടെ വിലായത്തിന്റെ പരിധിയിലുള്ളവർക്ക് അത് മുഖേന നോമ്പ് നിർബന്ധമാകും. കാലിയുടെ വിലായത്തിന്റെ പരിധിയിലല്ലെങ്കിലും മാസം കണ്ട സ്ഥലവുമായി ഉദയാസ്തമയത്തിൽ വ്യത്യാസമില്ലാത്ത സ്ഥലങ്ങൾക്ക് ആ വാർത്ത വിശ്വാസമുള്ളവർക്ക് അതിന്റെ പേരിലും നോമ്പ് നിർബന്ധവും. ഇരിക്കട്ടെ, മാസം കണ്ടാൽ ഫോൺ ചെയ്ത് ഞാൻ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഷഹാദത്ത് അല്ല, അത് ഷഹാദത്ത് അല്ല. ഷഹാദത്തിന് മാസം കണ്ട വ്യക്തി നേരിട്ട് കാദിയുടെ മുന്നിൽ ഹാജരാവേണ്ടതുണ്ട്.
ഹാജരായാൽ മാത്രം പോലെ അഷ്ഹദു അന്നീ റഅയ്തുൽ ഹിലാല എന്ന് ഷഹാദത്തിന്റെ ആവശ്യമായ വാക്കുകൾ അദ്ദേഹം പറയേണ്ടതുണ്ട്. പോരാ, അതിനുശേഷം ഹക്കംതു ബി ഷഹാദത്തിഹി എന്ന് ആവശ്യമായ വാക്ക് ഖാദിയും പറയേണ്ടതുണ്ട്. അതിനെ ഖാദിയുടെ ഹുക്മ് എന്ന് പറയുകയുള്ളൂ. അല്ലാത്തത് ഖാദിയുടെ വർത്താനമായി പരിഗണിക്കാം. ഖാദിക്ക് വർത്താനം പറയാൻ പാടില്ല എന്നൊന്നുമില്ല. ഖാദിയുടെ ഹുക്മ് ഫോൺ സംഭാഷണങ്ങൾ, എഴുത്തുകുത്തുകളൊക്കെ വിശ്വാസത്തിന്റെ പേരിൽ, തസ്ദീഖിന്റെ പേരിൽ ചെയ്യാവുന്ന അമലുകളിൽ അവലംബിക്കാവുന്നതും അത് മുഖേന തസ്ദീഖും വിശ്വാസം വന്നവർ അതനുസരിച്ച് ചെയ്യേണ്ടതുമാണ്. അതേസമയം ഖാദി എന്ന നിലക്ക് നടത്തുന്ന ഒരു ഹുക്മിന്റെ രേഖയാക്കാൻ ഫോൺ കോളുകളോ എഴുത്തുകുത്തുകളോ ശാഫിഈ ഫിഖിൽ സ്വീകാര്യമല്ല. തുഹ്ഫയിൽ പറഞ്ഞു, വസുബൂതു റുഇയതിഹി യഹ്സുലു ഫീ ഹഖ്ഖി മൻ ലം യറഹു ബിശഹാദത്തി ആദിലിൻ ബിലഫ്ളി അഷ്ഹദു അന്നീ റഅയ്തുൽ ഹിലാല ഔ അന്നഹു ഹല്ല ഔ നഹ്വിഹിമാ ബൈന യദൈ ഖാദിൻ വലാ ബുദ്ദ മിൻ നഹ്വി ഖൗലിൽ ഖാദി സബത ഇൻദി ഔ ഹക്കംതു ബിശഹാദത്തിഹി. അതുകൊണ്ട് ഖാദിമാർ വിശദീകരിക്കേണ്ടതാണ്, വിശദീകരിക്കുന്നില്ല ഇപ്പോൾ. ഖാദിമാർ നമ്മുടെ മാസപ്പിറവിയൊക്കെ ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഓരോ മാസവും വിശിഷ്യ നോമ്പ് പെരുന്നാളൊക്കെ ആയി ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ചും 29 അസ്തമിച്ച രാത്രിയിൽ മാസം നോക്കാൻ മുസ്ലിങ്ങളെ ഖാദിമാർ ഓർമ്മപ്പെടുത്തണം. സാധാരണഗതിയിൽ മാസപ്പിറവി കാണാൻ കൂടുതൽ സാധ്യതയുള്ള ഇടങ്ങളിൽ ഖാദിമാർക്ക് നേരിട്ട് അറിവും പരിചയവും വിശ്വസ്തതയുമുള്ള കുറെ വ്യക്തികളെ തന്നെ അതിനു വേണ്ടി നിശ്ചയിക്കുകയും അവരെ കൊണ്ട് അത് നോക്കിപ്പിക്കുകയും ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. അവരെ മാത്രമേ സ്വീകരിക്കാവൂ എന്ന അർത്ഥത്തിൽ അല്ല. അങ്ങനെ ഒരാൾ മാസം കണ്ടാൽ ആ കണ്ട വ്യക്തി, റമദാനിന് ഒരാൾ, മറ്റു മാസങ്ങൾക്ക് 2 ആൾ, കണ്ട വ്യക്തി നേരിട്ട് ഏറ്റവും അടുത്ത് ലഭ്യമായ ഖാദിയുടെ മുന്നിൽ നേരിട്ട് വരികയും എന്നിട്ട് ആവശ്യമായ ഷഹാദത്തിന്റെ വാചകം മുഖേന ഷഹാദത്ത് നിർവഹിക്കുകയും ഖാദി ആവശ്യമായ വാചകപ്രകാരം ഹുക്മ് നടത്തുകയും വേണം. അതാണ് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഖാദിയുടെ ഹുക്മ് എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്നത്. ഫോൺ വിളിയുടെ പേരിലോ എഴുത്തുകുത്തുകളുടെ പേരിലോ പറയുന്നത് ഹുക്മ് അല്ല, അതൊരു കേവലം വർത്തമാനമാണ്. അത് ഖാദിക്കും പറയാം, അല്ലാത്തവർക്കും പറയാം. അത് വിശ്വാസമുള്ളവർക്ക് അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യാം. ഇനി ഒരു ഖാദിയുടെ അടുക്കൽ മാസപ്പിറവി സ്ഥിരപ്പെട്ടാൽ മാസം കണ്ട സ്ഥലവുമായി ഉദയാസ്തമയത്തിൽ വ്യത്യാസമില്ലാത്ത മറ്റു സ്ഥലങ്ങളിലേക്ക്, എല്ലാം ഒരേ ഖാദിയാണെങ്കിൽ സ്ഥിരപ്പെട്ടു, അല്ലെങ്കിൽ മറ്റ് ഖാദിമാരിലേക്ക് ആ വിവരം കൈമാറുന്നിടത്ത് പോലും ഖാദി എന്ന അഡ്രസ്സിലും ഹുക്മിലാണെങ്കിൽ ഫോൺ കോളുകളോ എഴുത്തുകുത്തുകളോ മതിയാകൂല. ഒന്നിരിക്കൽ മാസം കണ്ട വ്യക്തികൾ തന്നെ മറ്റേ ഖാദിയുടെ അടുക്കലും നേരിട്ട് ഹാജരാവുകയോ അല്ലെങ്കിൽ ഷഹാദത്തുൻ അലൽ ഹുക്മ് എന്നോ ഷഹാദത്തുൻ അല ഷഹാദത്ത് എന്നോ ഒക്കെ പറയുന്ന ഫിഖ്ഹിൽ അംഗീകൃതമായ രൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നടത്തിയാലേ അതിന് ഖാദിയുടെ ഹുക്മ് എന്ന പരിഗണനയുള്ളൂ. അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട്. അതേസമയം ഇന്നത്തെ സാഹചര്യം കൂടുതലൊന്നും കാത്തിരിക്കാനായിരിക്കും കഴിയില്ല. 8 മണിയാകുമ്പോൾ 8:30 ആകുമ്പോൾ 2 തീരുമാനമാവണം. പണ്ടൊക്കെ നേരം വെളുത്തിന്റെ ശേഷം നോമ്പ് മുറിച്ചതും പെരുന്നാൾ നടത്തിയതൊക്കെ ഉണ്ട്. ഒരു നാട്ടിൽ പെരുന്നാളാണ്, മറ്റേ നാട്ടിൽ പെരുന്നാളല്ല. അതൊന്നും ശരീഅത്തിലൊരു ആക്ഷേപാർഹമായ സംഗതിയല്ല. ശരീഅത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ വകുപ്പും അനുവാദവും ഉണ്ട്. ദീൻ പഠിക്കാത്തവരെല്ലാം വിവാദാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇരിക്കട്ടെ. ഇനി ഇന്നത്തെ കാര്യം കുറച്ച് കൂടുതൽ ധൃതി, ആർക്കും കാത്തിരിക്കാൻ കഴിയൂല. അങ്ങനെയൊക്കെയാണെങ്കിൽ പരമാവധി പറ്റുന്ന ഒരു രൂപം വേണമെങ്കിൽ പറയാം. അതെങ്ങനെ? നേരത്തെ പറഞ്ഞ പോലെ മാസം കാണാൻ സാധ്യതയുള്ളയിടത്ത് ആളുകൾ, വിശ്വസ്തരായ ആളുകൾ നിൽക്കട്ടെ. കണ്ട ആളുകൾ റമദാനിന് 1, അല്ലാത്ത മാസങ്ങൾക്ക് 2, കൂടുതൽ അടുത്ത് ലഭ്യമായ ഖാദിയുടെ അടുക്കൽ അവർ നേരിട്ട് ഹാജരായി കൃത്യമായ ഷഹാദത്തും ഹുക്മും നിർവഹിക്കട്ടെ. അപ്പൊ ആ ഖാദിയുടെ ഹുക്മ് തന്നെയായി. ഇനി മറ്റുള്ള ഖാദിമാരുടെ അടുത്തേക്ക് വിവരം കൈമാറാൻ ഈ സാക്ഷികൾ നേരിട്ട് പോവുകയോ ഷഹാദത്തുൻ അല ഷഹാദത്തോ ഷഹാദത്തുൻ അലൽ ഹുക്മ നടക്കണം. സമയം പിടിക്കും. ചിലപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ലെന്ന് എളുപ്പമുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി അത്രത്തോളം കാത്തിരിക്കാൻ കഴിയില്ല. അതിലേറെ ധൃതിയാണെങ്കിൽ ഏതായാലും 1-ാമത്തെ ഖാദിയുടെ അടുക്കൽ ശരിക്കും
ഷഹാദത്തും ഹുക്കുമും നടന്നല്ലോ, അത് ഹുക്കും തന്നെയാണ്. ഇനി മറ്റുള്ള കാളിമാർക്ക് ഫോണിലൂടെയോ മറ്റോ വിവരം കൈമാറുകയും, ആദ്യത്തെ കാളി ഇതൊക്കെ ഒരു അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ മറ്റേ രണ്ടാമത്തെ കാളിയെ വിശ്വസിക്കരുത് എന്നാണ്. അല്ല, ഒന്നാമത്തെ കാളി വിഷയം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമെന്ന വിശ്വാസം രണ്ടാം കാളിക്കുണ്ടെങ്കിൽ രണ്ടാം കാളിയുടെ അടുക്കൽ നേരത്തെ പറഞ്ഞ വകുപ്പുകളൊന്നും ഇല്ലെങ്കിലും ഫോണിലൂടെയോ മറ്റോ വിവരം കൈമാറുകയും രണ്ടാമത്തെ കാളിക്ക് അത് വിശ്വാസമാവുകയും ചെയ്താൽ അദ്ദേഹത്തിന് ഹുക്മ് എന്ന സംവിധാനം നടത്താൻ കഴിയില്ല. കാരണം അതിനുള്ള പ്രമാണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇന്ന സ്ഥലത്ത് മാസം കാണുകയും ഇന്ന കാളി മാസം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് വിശ്വാസം വന്ന കാര്യം ജനങ്ങളോട് അദ്ദേഹത്തിന് വെളിപ്പെടുത്താവുന്നതാണ്. ജനങ്ങൾക്ക് അത് വിശ്വാസം വന്നാൽ അവർ അതനുസരിച്ച് അമൽ ചെയ്യലും അനുവദനീയമാണ്. അത് തസ്ദീഖ് കൊണ്ടുള്ള അമലിന്റെ ഭാഗമാണ്, കാളിയുടെ ഹുക്മ് എന്ന നിലക്കല്ല. അത് സംബന്ധമായ വിവരങ്ങൾ 109 പേജിൽ കാണാം. തസ്ദീഖ് എന്നുള്ള അമൽ ചെയ്യാന്നുള്ളത് റാജിഹല്ല, പക്ഷെ അത് ഹുക്മല്ല. ഞാൻ പരമാവധി ഇന്നത്തേക്ക് ഒരു ഇത് നടത്തുന്നതാണ്. ശരിക്ക് വേണ്ടത് എന്താ, മാസം കണ്ട ആൾ ഒന്നാമത്തെ കാളിയുടെ അടുക്കൽ വന്നാ പോരാന്ന് ഞാൻ പറയുന്നത്, അഷ്ഹദ് വേണം, സബത്തൈന്തി വേണം. അതിന്റെ ശേഷം ഈ മാസം കണ്ട ആള് തന്നെ മറ്റേ നാട്ടിലെ കാളിയുടെ അടുത്ത് പോകണം. അല്ലെങ്കിൽ ഇവിടെ ഈ ഹുക്കുമിന് സാക്ഷിയായ രണ്ടാളുകൾ അങ്ങോട്ട് അയക്കണം. പഴയ കാലത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഈ ഷാഹിദിൽ നിന്ന് ഷഹാദത്ത് ഏറ്റെടുത്ത ഷഹാദത്തിനല്ല ഷഹാദത്തിൽ രണ്ടാൾ അവിടെ പോകണം. എന്നിട്ട് കൃത്യമായി ആ നാട്ടിലെ കാളിയുടെ അടുക്കൽ അവർ ഷഹാദത്ത് നിർവഹിച്ചാൽ ആ കാളിക്ക് ഹുക്കുമ് ചെയ്യാം. അത് ഹുക്കുമ് തന്നെയാണ്, നാട്ടുകാരൊക്കെ സ്വീകരിക്കൽ നിർബന്ധം. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞതല്ല, ഒന്നാമത്തെ കാളിയുടെ അടുക്കലെങ്കിലും ഫോൺ കൊണ്ട് മതിയാക്കാതെ കൃത്യമായി ഷഹാദത്തും ഹുക്കുമും നടത്തി ബാക്കിയുള്ള വിഷയം വിശ്വാസപരമായ രൂപത്തിൽ വിശ്വസ്തമായ രൂപത്തിലൂടെ കൈമാറ്റം ചെയ്താൽ ഒരു തസ്ദീഖിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. അക്കമത്തൊന്നും പറയണ്ട, വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാ. തസ്ദീഖ് ഉള്ളവർക്ക് അതനുസരിച്ച് അമൽ ചെയ്യേണ്ടി വരും. പക്ഷെ അതാണ് കാളിയുടെ പണി എന്ന അതാ കളാവ് എന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല. തസ്ദീഖിന്റെ അമലിന് അതായാലും മതി. വിശദവിവരം 109 പരമാവധി. ഞാനിതാ ഈ ക്ലാസ്സോടെ അവസാനിപ്പിക്കാൻ പോകണം. കാളിയുടെ അസിലൊന്നും പറയുന്നില്ല. അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി കാളിമാരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ദീനിങ്ങനെ ഒരു രൂപത്തേക്ക് പോവുക, എല്ലാം കൂടി കലർന്നൊരു ദീന്. ഈമാനും കുഫറും സുന്നത്തും ബിദ്അത്തും എല്ലാം കൂടിക്കലർന്നൊരു രൂപത്തിലേക്ക് ദീനിനെ മാറ്റിയെടുക്കാൻ ചിലർക്ക് അജണ്ടകളും ചിലർ അവരുടെ ഒളി അജണ്ട അറിയാതെ അതിൽ പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ആരും മിണ്ടാതിരുന്നാൽ ക്രമേണ ഇതൊക്കെ തന്നെയാണ് വേണ്ടത്, ഇതൊക്കെ തന്നെയാണ് ദീനി എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് സത്യമായും മനസ്സിൽ ഭയമുള്ളത് കൊണ്ട് എന്റെ സംസാരം കേൾക്കുന്ന സർവ്വ മുസ്ലിങ്ങളും മനസ്സിലാക്കി വെക്കാനും കാളിമാർക്കും കൂടി ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ്. കാളി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കാളിമാർക്ക് മാത്രമല്ല, കാളിമാർക്കും പണ്ഡിതന്മാർക്കും സമുദായ നേതാക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് സമുദായത്തിലും സമൂഹത്തിലുള്ള ഒരു അഡ്രസ്, ഒരു മുസ്ലിം കാളി എന്ന അഡ്രസ് ഉണ്ടാകും. വേറെയും അഡ്രസ്സുകൾ ചിലപ്പോൾ ഉണ്ടാവാം. എനിക്ക് എന്റെ ബാപ്പയുടെ മകൻ ഒരു അഡ്രസ് ഉണ്ടാവും. അതിനപ്പുറം ഞാൻ ദീൻ പഠിച്ച ആലിമി എന്ന നിലയ്ക്ക് എന്നെ കാണുന്നവരുണ്ടാകും. അപ്പോ കാളിമാർ അവര് ഇസ്ലാമിന്റെ വക്താക്കളായിട്ടാണ് സമുദായത്തിലും സമൂഹത്തിലും അവരെ കാണുന്നത്. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി പോരാ, അവനവന്റെ ആഖിറത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമാരെ ഇടപെടണേ എന്ന് ഒരു അഭ്യർത്ഥനയാണ്. അധിക പ്രസംഗമല്ല. ഖുദിൽ അംറ ബിത്തദ്ബീർ, ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു മുസ്ലിമിനും വേണ്ട സംഗതിയാണത്, കാളിമാർക്ക് പ്രത്യേകിച്ചും. നമ്മൾ മതേതര രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങളും അല്ലാത്തവരും ഇടകലർന്ന് ജീവിക്കുന്നുണ്ട്. ഇതര സമുദായങ്ങളുമായുള്ള സൗഹാർദ്ദം, സഹകരണം വളരെ ശ്രദ്ധയോടുകൂടി കാളിമാരും പണ്ഡിതന്മാരും മുസ്ലിങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യണം. സമുദായങ്ങളുടെ ഇടയിൽ കലഹമുണ്ടാക്കിക്കൂടാ, കലാപങ്ങൾ ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ അമുസ്ലിമിനോട് ചിരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ മതം ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടില്ല.
അമുസ്ലിമിനോട് സഹകരിക്കരുതെന്നോ, അമുസ്ലിമിനെ സഹായിക്കരുതെന്നോ, അമുസ്ലിമിന് ഭക്ഷണം നൽകരുതെന്നോ, അമുസ്ലിമിന്റെ ഭക്ഷണം നമ്മൾ ഭക്ഷിക്കാൻ പാടില്ലെന്നോ നമ്മുടെ വിശുദ്ധ മതം നമ്മളോട് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായ മാതൃക കാണിച്ചിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. ഇസ്ലാമിന്റെ രീതി ലാ ഇക്റാഹ ഫിദ്ദീൻ, വിശുദ്ധ ഇസ്ലാം സത്യമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു, അതാണ് വസ്തുതയും എന്ന് കരുതി ഈ സത്യം സ്വീകരിക്കാൻ ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. മുസ്ലിമിന്റെ മർമ്മം വിശ്വാസമാണ്. വിശ്വാസം ഭീഷണിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല എന്നല്ല വിശുദ്ധ ഖുർആൻ കൃത്യമായി തുറന്നു പറയുന്നുണ്ട്. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. വിശുദ്ധ ഇസ്ലാം സർത്താവിന്റെ സത്യമതമാണ്. സന്മനസ്സുള്ളവർക്ക് സ്വീകരിക്കാം. വമൻ ശാഅ ഫൽയക്ഫുർ, സ്വീകരിക്കാൻ മനസ്സില്ലാത്തവർക്ക് മാറി നിൽക്കാം എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച മതഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടിന്റെയും ഫലം രണ്ടായിരിക്കുമെന്ന് മാത്രം. പക്ഷെ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അത് ഇന്ത്യ രാജ്യത്താണെങ്കിലും അല്ലെങ്കിലും ഇസ്ലാം സ്വീകരിക്കാൻ ബലാത്കാരവും നിർബന്ധവും അടിച്ചമർത്തുന്ന രീതി ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. സൗകര്യമുള്ളവർക്ക് സ്വീകരിക്കാൻ, അല്ലാത്തവർക്ക് മാറി നിൽക്കാം. മുസ്ലിമിന്റെ നീതിബോധം ശക്തമായിരിക്കണം. എത്ര കൃത്യമായ നീതിയാണ് മുസ്ലിങ്ങളെ ഖുർആൻ പഠിപ്പിച്ചത്. ആശയപരമായി കടുത്ത വിരോധമുണ്ടെങ്കിൽ പോലും ഇതര സമുദായങ്ങളോട് അനീതി ചെയ്തുകൂടാ എന്ന് മുസ്ലിങ്ങളോട് വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരു ജനവിഭാഗത്തോട്, മറ്റൊരു സമുദായത്തോട് ആശയപരമായി നിങ്ങൾക്ക് വിരോധമുണ്ട്, വിയോജിപ്പ് ശക്തമായ രൂപത്തിൽ തന്നെ ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ അവരോട് അനീതി ചെയ്തുകൂടാ എന്ന് കൃത്യമായി മുസ്ലിങ്ങളോട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം, എല്ലാവർക്കും സഹായങ്ങൾ നൽകണം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോടൊക്കെയും അവർ മുസ്ലിങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും മതഭേദമില്ലാത്തവരാണെങ്കിലും അവരോടൊക്കെ കരുണ ചെയ്തുകൊണ്ട് അവരോടൊപ്പം ജീവിക്കാം എന്നാണ് വിശുദ്ധ ഇസ്ലാം മുസ്ലിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. എത്രത്തോളം മകൻ ഇസ്ലാം സ്വീകരിച്ചു അല്ലെങ്കിൽ മകൾ ഇസ്ലാം സ്വീകരിച്ചു, മകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്യുന്ന ജിഹാദികളായ മുസ്ലിങ്ങളായ മാതാപിതാക്കൾ, മകൻ ഇസ്ലാം സ്വീകരിച്ച മകനെ ഇസ്ലാമിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ, ഇസ്ലാമിൽ നിന്ന് രാജിവെപ്പിക്കാൻ വേണ്ടി ജിഹാദിലാണ് മാതാപിതാക്കൾ. ആ മാതാപിതാക്കളോട് പോലും ഭൗതിക ലോകത്ത് ഇടപെടുമ്പോൾ മാന്യമായി ഇടപെടണമെന്നാണ് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. ശിർക്ക് ചെയ്യാൻ, കുഫ്ർ ചെയ്യാൻ, ഇസ്ലാമിൽ നിന്ന് രാജിവെക്കാൻ നിന്റെ മാതാപിതാക്കൾ നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ, ജിഹാദ് നടത്തിയാൽ അവരെ അനുസരിച്ചുകൊണ്ട് സത്യം കൈവിടരുത്. എന്നാലും മാന്യമായി മാതാപിതാക്കൾ എന്ന പരിഗണന നൽകിക്കൊണ്ട് മുസ്ലിങ്ങളായ മാതാപിതാക്കളോട് ഇടപെടണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാണ് മുസ്ലിം ഉമ്മത്ത്. അമുസ്ലിമിന് ഭക്ഷണം നൽകാം, വസ്ത്രം നൽകാം എന്നല്ല. അയൽവാസി അവന് സാമ്പത്തികമായി ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്തോളണം. ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ. മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും ഏതൊരു മനുഷ്യനും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും സഹായമൊക്കെ നൽകിയാൽ നിങ്ങൾക്കത് പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ്. നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തഫഖുൻ അലൈഹി ഹദീസ് ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ. മൻസൂഖാണെന്ന് മുത്തഅല്ലിങ്ങൾ ധരിക്കണ്ട. ഞാൻ ഈ പറഞ്ഞതൊന്നും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിൽ മൻസൂഖേ അല്ല. വതഹില്ലു സ്വദഖതു ലികാഫിരിൻ വലൗ ഹർബിയൻ ലിഖബരി സ്വഹീഹൈനി ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹഫത്തുൽ മുഹ്താജിൽ എഴുതി വെച്ച ഇന്നും നിലവിലുള്ള നിയമമാണ്. അമുസ്ലിമിന് ഭക്ഷണം നൽകാം, മാനുഷിക കാര്യങ്ങളിലൊക്കെ സഹായിക്കാം. ഭക്ഷണത്തിന് പ്രയാസമുള്ള മുസ്ലിമിന് ഭക്ഷണം നൽകിയാൽ നമുക്കത് പരലോകത്ത് പ്രതിഫലം ചെയ്യുന്ന സൽക്രമമാണ്. ഭക്ഷണത്തിനും വസ്ത്രത്തിനും പ്രയാസപ്പെടുന്ന മുസ്ലിമിന് ഭക്ഷണം നൽകിയാൽ നമുക്കത് പുണ്യമാണ്.
മാനുഷിക കാര്യങ്ങളിൽ മനുഷ്യനെ നിലക്കുള്ള ആവശ്യങ്ങളിലൊക്കെ മറ്റിതര മതക്കാരെ സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനും മുസ്ലിമിന് യാതൊരു വിരോധവും ഇല്ല. അതേസമയം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാര്യങ്ങളിൽ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര അനുഷ്ഠാന ആഘോഷങ്ങളിലൊന്നും മുസ്ലിമിന് പങ്കെടുക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഇവിടെ ഇപ്പോൾ പലരും മതസൗഹാർദ്ദം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സൗഹാർദ്ദമാണ്. മുസ്ലിങ്ങളായ നാം കൃത്യമായി ഇസ്ലാമിക വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഇസ്ലാമിക വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ അകലം പാലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരെയും മനുഷ്യരായി ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷിക കാര്യങ്ങളിൽ അവരുമായി സഹകരിച്ചും സഹവസിച്ചും സഹായിച്ചും ജീവിക്കുക എന്ന മനുഷ്യ സൗഹാർദ്ദമാണ് മതസൗഹാർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതക്കാരുടെ മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂട്ടിക്കുഴക്കലല്ല. മറ്റു മതക്കാരുടെ മതപരമായ കർമ്മങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കാളികളാവലല്ല മതസൗഹാർദ്ദം. ഇത് ഖാദിമാരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെയും എന്തെങ്കിലും ചെയ്ത ആരും ഒന്നും പറയാൻ പാടില്ല, ആരും ചോദ്യം ചെയ്തുകൂടാ എന്ന അപ്രമാദിത്വമൊന്നും ഈ ഉമ്മത്തിൽ ആർക്കുമില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ മുസ്ലിങ്ങൾ അനുസരിക്കേണ്ട നേതാവാണ്. ബാക്കി ഏത് നേതാവിനെയും, ഏത് സയ്യിദിനെയും, ഏത് ആലിമിനെയും, ഏത് ഖാദിയെയും ഈ ഉമ്മത്ത് അനുസരിക്കുന്നത് അല്ലാഹുവിനോടുള്ള നിഅമത്തിന്റെ വിധേയത്വത്തിന്റെ പേരിൽ മാത്രമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനിന് അനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ ഖാദിമാരെ നമ്മൾ ആദരിക്കും, ഖാദിമാരുടെ തീരുമാനങ്ങൾ അനുസരിക്കും, പണ്ഡിതന്മാരനുസരിക്കും, അതിൽ വിമർശിക്കൂല. അതേസമയം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആദരണീയരായ അയിമ്മത്തുകൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള മതനിയമങ്ങൾക്ക് വിരുദ്ധമായി പറയുമ്പോൾ അതനുസരിക്കേണ്ട ബാധ്യത ആരോടും ഈ ഉമ്മത്തിനില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ബോധപൂർവം തന്നെ പറയുകയാണ്. ഇവിടെ ഇപ്പോൾ ഈമാനും കുഫറും എല്ലാം കൂടി കൂട്ടിക്കലർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ആരുടെയോ ഒളി അജണ്ടകളിൽ മറ്റുള്ളവർ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആദരണീയരായ ഖാദിമാർ തിരിച്ചറിയേണ്ടതുണ്ട്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മകളിൽ പരസ്പരം സഹകരിക്കുക, തിന്മകളിൽ നിസ്സഹകരിക്കുക എന്നത് തന്നെയാണ് ഇസ്ലാം. ഇത് പറയുന്നതിന് ഈ രാജ്യത്ത് നിയമം നമ്മൾ അനുവദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഒരു CPM-കാരൻ, രാഷ്ട്രീയം പറയല്ല എന്നാലും ചില ഉദാഹരണം പറയാണ്, CPM-ന്റെ നിലപാടുകൾ തെറ്റാണെന്ന് പറയാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഒരു സമ്മേളനത്തിലേക്ക് CPM-ന്റെ പ്രതിനിധി പങ്കെടുത്താൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാകൂലേ? പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ CPM-ന്റെ നിലപാട് തെറ്റാണെന്ന് പറയുന്ന കോൺഗ്രസിന്റെ പരിപാടികളെ CPM-കാരൻ സഹായിച്ചാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാകൂലേ? CPM നിന്ന് മാറ്റി നിർത്തൂലേ? കോൺഗ്രസിന്റെ നിലപാടുകൾ, നയനിലപാടുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി CPM നടത്തുന്ന പരിപാടിയെ കോൺഗ്രസ്സുകാരൻ സഹായിച്ചാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലേ? ഇതാർക്കാ മനസ്സിലാവാത്തത്? അതുകൊണ്ട് മുസ്ലിങ്ങളായ നമ്മൾ പറഞ്ഞല്ലോ, ആ മുസ്ലിമിന് ഭക്ഷണം നൽകാം, വസ്ത്രം നൽകാം, അവന്റെ ഭക്ഷണം നമുക്ക് കഴിക്കാം, ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, നമ്മുടെ കിതാബുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. സഹായിക്കുന്നതിൽ നമുക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ തെറ്റായ കാര്യങ്ങളിൽ ആരെയും സഹായിക്കാൻ പറ്റില്ല. അത് ആ മുസ്ലിമിനെ മാത്രമല്ല, മുസ്ലിമിനും സഹായിക്കാൻ പറ്റില്ല. ഒരു മുസ്ലിമാണ് മദ്യപാനത്തിന് കാശ് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് മദ്യപാനം നിരോധിച്ചിട്ടില്ല, ഇത് മതേതര രാജ്യമാണ് എന്ന് കരുതി, രാജ്യം അനുവദിച്ചതല്ലേ എന്ന് കരുതിയിട്ട് മദ്യപാനത്തിന് ഒരു മുസ്ലിം കാശ് ചോദിച്ചാൽ കൊടുക്കാൻ നമുക്ക് പറ്റൂല. കാരണം തിന്മയാണത്, തെറ്റിൽ നമുക്ക് സഹകരിക്കാൻ കഴിയൂല. അവന് ഭക്ഷണത്തിന് പ്രയാസമുണ്ട് എന്ന് കരുതി കാശ് വെച്ചാൽ കൊടുക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നന്മകളിൽ പരസ്പരം സഹകരിക്കും, മാനുഷിക കാര്യങ്ങളിൽ സഹകരിക്കണം. കുഫറിന്റെ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട ഖാദിമാർ, മുസ്ലിം നേതാക്കന്മാർ ഈമാനും കുഫറും തമ്മിൽ കൃത്യമായ വിരുദ്ധം തന്നെയാണ്. മുസ്ലിം ഉമ്മത്തിനെ കുഫറിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ശരിയല്ല എന്ന് ഉലമാക്കൾ
പറയേണ്ടതുണ്ട്. ആരും പറയാതെ കാലക്രമേണ മുൻകറുകൾ മഅറൂഫായി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തിൽ തന്നെ ജീവിക്കുക, അമുസ്ലിങ്ങളുമായി മാനുഷിക കാര്യങ്ങൾ സഹകരിക്കുക, സഹായിക്കാം, സഹവസിക്കാം. മറ്റു മതക്കാരുടെ മതപരമായ കാര്യങ്ങളിൽ മുസ്ലിങ്ങളോ മുസ്ലിം ഖാദിമാരോ നേതാക്കളോ പങ്കെടുക്കുന്നത് മതസൗഹാർദ്ദമാണെന്ന ലേബൽ നൽകുന്നത് ശരിയല്ല. ഞാനിത് എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്. ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിലെ മതയുക്തിവാദികളുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യ ഇസ്ലാമിനെ തിരുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരുണ്ട്. അവരൊക്കെ പലപ്പോഴും ഒളി അജണ്ടകൾ വെച്ച് വഞ്ചനാപരമായ രീതികളാണ് സ്വീകരിക്കാറുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മുനാഫിക്കുകൾ മസ്ജിദുൽ ഇറാറിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതും ഇൻ അറദിനാ ഇല്ലൽ ഹുസ്ന, ഞങ്ങൾ നല്ലതേ വിചാരിച്ചിട്ടുള്ളൂ എന്ന് ആണയിട്ട് പറഞ്ഞതും പോകരുതേ എന്ന് അള്ളാഹു വഹി അറിയിച്ചതും നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ ഖാദിമാർക്ക് വഹി വരൂലല്ലോ. മുബ്തദികളുടെ ഒളി അജണ്ടകൾ ഖാദിമാർ തിരിച്ചറിയണം. മുബ്തദികളുടെ ഒളി അജണ്ടകൾ ഖാദിമാർ തിരിച്ചറിഞ്ഞേ പറ്റൂ. മുഖ്യധാരാ മുസ്ലിങ്ങളെ മുശ്രിക്കുകളാക്കുന്ന, മൗലിദും മന്ത്രവും നടത്തുന്ന സയ്യിദന്മാരും ഉലമാവും ഒക്കെ മുശ്രിക്കുകളാണ്, അവരും മുസ്ലിങ്ങളല്ല എന്ന് ഇന്നും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മതയുക്തിവാദികൾ, തിരുത്തൽവാദികൾ, വഹാബികൾ, മൗദൂദികൾ അവരുടെ ഒളി അജണ്ടകളിലും അവരുടെ ബിദഈ സംവിധാനങ്ങളുടെ പരസ്യങ്ങളാവാൻ ഖാദിമാര് നിന്നുകൊടുക്കരുതേ എന്ന് വേദനയോട് കൂടിയാണെങ്കിലും പറയുകയാണ്. പറയാതെ വയ്യ. ഇവിടെ ചിലത് ഞാനെങ്കിൽ തുറന്നു പറയുകയാണ്. ഇവിടെ ഖാദിമാരായി പ്രവർത്തിക്കുന്നവർ മുസ്ലിം സമുദായത്തിന്റെയും അല്ല പൊതുസമൂഹത്തിന്റെയും പൊതുവേദികളിൽ സ്ഥാനമുള്ളവരും ഇടപെടുന്നവരുമുണ്ട്. വിരോധമില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഖാദിമാരുണ്ട്. അവർ രാഷ്ട്രീയത്തിന്റെ വേദിയിലോ പൊതുവേദിയിലോ ഒക്കെ പരസ്പരം അവർ കൂടിയിരുന്നു, അവർ കണ്ടു, പൊതുവേദിയിൽ അവർ സഹകരിച്ചു എന്നതിനെയല്ല ഞാൻ വിമർശിക്കുന്നത്. മറിച്ച് വഹാബികളുടെ, മൗദൂദികളുടെ, അവരുടെ സംഘടനകളുടെ, അവരുടെ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക പരിപാടികളുടെ ഉദ്ഘാടകരും പ്രചാരകരുമായി നമ്മുടെ അഹ്ലുസുന്നയുടെ ഖാദിമാർ മാറുമ്പോൾ അത് വഞ്ചിക്കപ്പെടുകയല്ലേ? അത് നമ്മുടെ ഖാദിമാർ തിരിച്ചറിയേണ്ടതില്ലേ? വഹാബികളുടെയും മൗദൂദികളുടെയും ബിദഈ അജണ്ടകളടക്കം ഇപ്പോൾ ഒരു ബൈത്തുൽ സക്കാത്ത് സംവിധാനമുണ്ട്. അതിന്റെ പരസ്യത്തിന് ഉപയോഗിക്കപ്പെടുന്നത് ആദരണീയരായ സയ്യിദന്മാരാണ്. വിനയത്തോടുകൂടി പറയുന്നു, ഇതൊരു സംഘടനാ പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല, യാതൊരു സംഘടനാ വിരോധത്തിന്റെ പേരിലും പറയുന്നതല്ല. സംഘടനകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതല്ല റബ്ബിന്റെ ദീന്. ദീന് പറയാൻ വേണ്ടിയാണ് സംഘടനകൾ, അല്ലാതെ സംഘടനകൾക്ക് ഒപ്പിച്ചും ചെരിച്ചും വെക്കാനുള്ളതല്ല ദീന്. ദീനും സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെ ദീന് പറയാനുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ പോയ നമ്മുടെ സാദാത്യങ്ങളും അല്ലാത്തവരുമായ ഖാദിമാർ, പൊതുവേദികളിലും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചിരുന്ന ഖാദിമാർ ഇവിടെ നേരത്തെയും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദരണീയായ സാദാത്ത് കുടുംബത്തിലുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ വേദികളിൽ, പൊതുവേദികളിൽ അവരൊന്നിച്ചിരിക്കുകയും ഒന്നിച്ചിടപെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിമർശനമല്ല ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ബിദഈകളുടെ സ്ഥാപനത്തിന്റെ പ്രചാരകരും ബിദഈകളുടെ സമ്മേളനങ്ങളുടെ ഉദ്ഘാടകരുമായിട്ട് നമ്മുടെ ഖാദിമാർ മാറുമ്പോൾ ഈ ഖാദിമാർ വഞ്ചിക്കപ്പെടുകയാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവേണ്ടതല്ലേ? അധിക പ്രസംഗമായ ആർക്കും തോന്നരുത്. ദീന് പറഞ്ഞേ പറ്റൂ എന്നതുകൊണ്ട് ഞാനത് പറയുക തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനാണ്. ആദരണീയരായ ഇവിടെ നേരത്തെ വലിയ ഖാദിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ അറിവിൽ ഇവിടെ കഴിഞ്ഞുപോയ അഹ്ലുസുന്നയുടെ ഖാദിമാർ വഹാബികളുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പ്രചാരകരായതായി എനിക്കറിയൂല. ഇന്ന് നമ്മുടെയൊക്കെ ചില ഖാദിമാർ ഒരുപക്ഷെ അവരാ വിഷയം വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടോ മറ്റുള്ള ആരോ അവരറിയാതെ ഉപയോഗപ്പെടുത്തത് കൊണ്ടോ ആയിരിക്കാം ബിദ്അത്തുകളുടെ സംവിധാനങ്ങളുടെ പ്രചാരകരായി, അതിന്റെ ഉദ്ഘാടകരായി ആദരണീയരായ സാദാത്യങ്ങളും അല്ലാത്തവരുമായ ഖാദിമാർ ഉപയോഗിക്കപ്പെടുമ്പോൾ വേദനയുണ്ട്. നിങ്ങളും നിങ്ങളുടെ പൂർവികരും മുശ്രിക്കുകളാണെന്ന് പ്രചരിപ്പിക്കുന്ന, ഇന്നും അത്തരം പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബിദ്അകൾ, മുഖ്യധാരാ മുസ്ലിങ്ങളെ മുഴുവനും ഇസ്ലാമിലല്ല മുശ്രിക്കുകളാണെന്ന് പ്രചരിപ്പിക്കുന്നവർ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാവുകയില്ല. ഇത്
അവരുടെ ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ അഡ്രസ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന അവരുടെ കുതന്ത്രമാണ്. തിരിച്ചറിയണമെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് വഹാബികളുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ സ്ഥാപനങ്ങളും സംഘടനകളും ബൈത്തുൽ സക്കാത്ത് അടക്കമുള്ള സംവിധാനങ്ങളിലും ആദരണീയരായ സാദാത്യങ്ങൾ, ഖാലിമാർ അതിന്റെ പ്രചാരകരാവരുത്. ആഖിറത്തിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ദീനിയായിട്ടൊരു തെറ്റായ സംഗതിയൊന്നുമല്ല. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിച്ച സംഗതിയല്ലേ, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉസ് സുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആ ആദർശ കൃത്യത ഏതൊരു മുസ്ലിമും പാലിക്കേണ്ടതുണ്ട്. വഅല്ലാ യുകാസിറ അഹ്ലൽ ബിദ്അ വലാ യുദാനിയഹും. ബിദ്അത്തിന്റെ അഹ്ലുകാർക്ക് പ്രചാരണമാകുന്ന, അവർക്കൊരാൾക്കൂട്ടമുണ്ടാവാൻ സഹായമാകുന്ന പണികൾ മുഅ്മിനീങ്ങൾ ചെയ്യരുത് എന്ന് സാദാത്ത് കുടുംബത്തിലെ കാരണവരും കൂടിയായ ഖുത്ബുൽ അഖ്താബ് സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉന്നയത്തിൽ എഴുതി വെച്ചത് ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എത്ര കൃത്യമായാണ് എഴുതി വെച്ചത്. വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅത്തി വമുഹാജറതിഹിം വഖത്ഇസ് സുഹബത്തി മഅഹും വതശ്ദീദിൽ ഇൻകാരി അലൈഹിം. ഈ ഉമ്മത്തിലെ സലഫു സ്വാലിഹീങ്ങളായ ഇമാമുകളും ആലിമീങ്ങളും സാദാത്തികളും സർവാംഗീകൃതമായ നിയമമാണ് മത പരിഷ്കരണവാദികളുടെ, മതയുക്തിവാദികളുടെ, മുബ്തദികളെ അവരുടെ ആശയങ്ങൾ ശക്തമായി ഗണ്ണിക്കുകയും വിമർശിക്കുകയും അവരുടെ ആശയത്തിന് സഹായമാകുന്ന ഒരു നിലപാടും അവരോട് സഹകരണം നടത്താതിരിക്കുകയും വേണമെന്നത് ഈ ഉമ്മത്തിന്റെ പൂർവീകർ സർവസമ്മതമായി അംഗീകരിച്ച് പഠിപ്പിച്ച വസ്തുതയാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫ 1-ാം വാള്യം 350 എഴുതി വെച്ചത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരോടും അനാദരവുള്ളത് കൊണ്ടല്ല, സാദാത്യങ്ങൾ ആദരിക്കപ്പെടണം. പാണക്കാട് സാദാത്ത് കുടുംബം കേരളത്തിലെ പ്രമുഖ കുടുംബമാണ്. നല്ല ആദരവ് നമുക്ക് അവരോടുണ്ട്. എല്ലാ സാദാത്യങ്ങളെയും ആദരിക്കണം, സയ്യിദന്മാരെയും ആദരിക്കണം. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ കഴിഞ്ഞകാല ഖാദിമാരും സാദാത്യങ്ങളും വഹാബികളുടെ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്ത അറിവ് എനിക്കില്ല. ബിദഅകളുടെ പ്രചാരണത്തിന് അവർ സഹായം ചെയ്തത് നേരെ എനിക്കറിയൂല. പൊതുവേദികളിൽ അവർ ഇടപെട്ടിട്ടുണ്ടാവാം. ആ ഒരു പാരമ്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ടെങ്കിലും ബിദ്അത്തുകാരുടെ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പരിപാടികളിൽ അവർക്ക് സഹായമാകുന്ന രൂപത്തിൽ, അവർക്ക് വളർച്ചയ്ക്ക് കാരണമാകുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ സാദാത്യങ്ങൾ നടത്തരുതെന്ന്, ഖാദിമാർ നടത്തരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അധിക പ്രസംഗമല്ല. ആദരണീയ കൊമ്പ ഉസ്താദ് നമ്മുടെ വേദിയിലെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ശബ്ദം ഈ സദസ്സിൽ കേൾക്കുന്നവരോടും അല്ലാത്തവരോടും ഓർമ്മിപ്പിക്കുകയാണ്. ഇത് സംഘടനാ പ്രശ്നമല്ല കേട്ടോ, ആരും അങ്ങനെ കരുതണ്ട. സംഘടനയുടെ പേരിൽ യാതൊരു വിരോധവും ഇല്ല. സംഘടനകളൊക്കെ സുന്നത്ത് ജമാഅത്ത് പറയാനുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കാൻ ഉസ്താദ്, അത് പിന്നെ ഇങ്ങനെ ഒരുപാട് നിർത്താം. സാദാത്യങ്ങൾ ആദരിക്കപ്പെടണം. സംഘടനാ വിരോധമല്ല. ഇനി അങ്ങനെ ആരും വ്യാഖ്യാനിക്കരുത്. സംഘടനയുടെ വിരോധമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സംഘടനകൾക്ക് വേണ്ടി അത് ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ളതല്ല ദീന്. ദീന് പറയാൻ വേണ്ടിയാണ് സംഘടനകളൊക്കെ. യാതൊരു സംഘടനാ വിരോധവും ഇല്ല. രാഷ്ട്രീയവും നമ്മുടെ ലക്ഷ്യമല്ല. അതേസമയം സുന്നത്ത് ജമാഅത്ത് നമുക്ക് മർമ്മമാണ്. അത് എല്ലാവർക്കും മർമ്മമാണ്. ഒരുപക്ഷെ ബിദ്അകളുടെ കുതന്ത്രങ്ങളുടെ പേരിലായിരിക്കാം അവർക്ക് ചില അഡ്രസ്സുകൾ കിട്ടാൻ വേണ്ടി അവർ പ്രചാരകരായി ഈ ഖാദിമാരെയും സാദാത്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് വരുന്ന അനർത്ഥങ്ങൾ വലുതായിരിക്കുമെന്ന് മൊത്തത്തിൽ സമുദായവും തിരിച്ചറിയേണ്ടതുണ്ട്. ആരും ഒന്നും പറഞ്ഞുകൂടാ. ആരെങ്കിലുമൊക്കെ ചിലർ ചെയ്യുന്നത് അവരുടെ മറ്റു വ്യക്തിപ്രഭാവം കൊണ്ടോ നേതൃത്വ സ്വഭാവം കൊണ്ടോ അത് തന്നെയാണ് ദീനി എന്ന നിലക്ക് അംഗീകരിക്കപ്പെടണം. അത് വിമർശിക്കുന്നതൊക്കെ തെറ്റാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോയിക്കൂടാ. പിന്നെ ചില ദീനീ കാര്യങ്ങൾ പറയുമ്പോൾ വിവരമുണ്ട് എന്നൊക്കെ നമ്മൾ തന്നെ കരുതിയ ചില ആളുകൾ ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടൊന്നും അങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ജനാധിപത്യ രാജ്യത്ത് ഒരു മതവിശ്വാസികൾക്ക് അവരുടെ മതം വിശ്വസിക്കുന്നവരോട് മതം പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത്? വിവരമുണ്ടെന്ന് കരുതുന്നവർ ഇങ്ങനത്തെ വിഡ്ഢിത്തം പറയുന്നത് എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഭരണഘടന കൃത്യമായി ഇവിടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും അത് മതം
പറയാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൃത്യമായി നമ്മുടെ ഭരണഘടനയിൽ ലിഖിതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആരെയും നിർബന്ധിക്കുന്ന സംഗതിയല്ല. ഇസ്ലാം കേൾക്കാൻ താല്പര്യമുള്ള മുസ്ലിങ്ങളോട്, മതവിഷയത്തിൽ താല്പര്യമുള്ള മുസ്ലിങ്ങളോട് മതവിഷയം ഇങ്ങനെയാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്. ഇനി മുസ്ലിം പണ്ഡിതന്മാരല്ല, ഓരോ മതത്തിലുമുള്ള മതവിശ്വാസികളോട് അതാത് മതത്തിലെ പണ്ഡിതന്മാർ അത് പറയുന്നത് ജനാധിപത്യ രാജ്യത്തെ സംവിധാനത്തിന് വിരുദ്ധമല്ല എന്നത് ആർക്കും തിരിയുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഈ രാജ്യത്തെ ഇസ്ലാം താല്പര്യമില്ലാത്ത ആളുകളോടല്ല, മുസ്ലിം എന്ന പേരുള്ളവർക്കും ഇസ്ലാമിനോട് താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇത് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇസ്ലാം എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള മുസ്ലിങ്ങളോട് ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്നും അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായി കൊണ്ട് തന്നെ നമുക്കിവിടെ സ്വീകരിക്കാനും ചെയ്യാനുമുള്ള അനുവാദമുണ്ടെന്നും പറയുന്നത് രാജ്യത്തിന്റെ മതേതരത്വത്തിനോ ജനാധിപത്യത്തിനോ വിരുദ്ധമല്ല എന്നും കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇതര മതവിശ്വാസികളോടുള്ള സൗഹാർദ്ദം തകർക്കാതെ സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മുസ്ലിങ്ങളുടെ മതാചാരങ്ങളിലാണ് പങ്കെടുക്കേണ്ടത്. സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതാചാരങ്ങൾ കൂട്ടിക്കുഴക്കലല്ല. ഞാൻ തൽക്കാലം എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും പറയേണ്ടടുത്ത് പറയാനുമുള്ള തൗഫീഖും ഹിമ്മത്തും നമുക്ക് നൽകുമാറാവട്ടെ. ഈ ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഈ സ്ഥാപനം അല്ലാഹു ഇനിയും ഒരുപാട് വളർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന്റെ സാരഥികൾ, നേതാക്കൾ, പ്രവർത്തകർ, ആദരണീയരായ ബാപ്പുസ്താദ് അടക്കം വഫാത്തായി പോയ എല്ലാവരുടെയും ബർസഖ് ജീവിതത്തിൽ അല്ലാഹു സന്തോഷം വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. ദുആ വസിയത്തോടെ വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.